തീർക്കുക. അപ്പൊ ടാറ്റിക്സ് ഒന്നും ഇല്ല, അരിഞ്ഞ് തീർക്കുക, കിട്ടും. എതിരാളി എന്താണ് ബിരിയാണി വെക്കില്ലായിരുന്നു പരിപാടി. എന്റെ കിക്കാനോട് ചോദിച്ചാൽ നമ്മളിവിടെ കറക്റ്റ് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ അടുക്കള ഇരുത്തിട്ട് സവാള എഴുതി പടി. സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വീബ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്, കൈൻഡ് ഓഫ് ലൈക്ക് ഓഫ് ടോപ്പിക്, ഒരു റെസ്പോണ്ടിങ് ടു കമൻറ്റ് എപ്പിസോഡ്. സോ ഞാൻ സാഹിൽ, ദിസ് ഇസ് ജുബൈർ ഖാൻ, അറ്റൻഡൻസ് യെസ് സാർ. ആൻഡ് സോ യാ സോ ഓക്കെ, ജുബൈറാണ് നമ്മുടെ ഈ കമൻറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ പറയടാ, എന്താണ് സംഭവം? അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റ് എന്ന് തോന്നുന്നു. അല്ല, നമ്മൾ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ കമന്റുകൾ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോക്കകത്ത് എന്തെങ്കിലും ലിങ്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമന്റ് നമ്മളെ കഴിഞ്ഞ വൺ പീസ് വീഡിയോക്കകത്ത് കണ്ട്. സോ അതിന് നമുക്കൊന്ന് റെസ്പോണ്ട് ചെയ്യണമെന്ന്, കാരണം നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പുള്ളിക്കാരൻ ചോദിച്ചിരുന്നത്. സോ അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നി. സോ വി പ്ലാൻ ടു മേക്ക് എ വീഡിയോ അബൌട്ട് ദാറ്റ് ഹിസ് സർട്ടൺ ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് അതിനകത്തോട്ട് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെന്റ് ഓഫ് മെയിൻ ക്യാരക്ടേഴ്സ്. സ്ട്രോ ഹാറ്റ്സിലുള്ള ഓരോ ക്യാരക്ടേഴ്സിന്റെയും പേഴ്സണാലിറ്റിയും ക്യാരക്ടർ ഡെവലപ്മെന്റും സ്റ്റാർട്ടിങ് ടു കറന്റ് സിനാരിയോയിൽ എങ്ങനെ ചേഞ്ച് ആയെന്നുള്ളത് എന്താണ് ഒരു അഭിപ്രായം? എന്റെ അഭിപ്രായം ദ ബെസ്റ്റ് ക്യാരക്ടർ ഡെവലപ്മെന്റ് കിട്ടിയ ക്യാരക്ടർ വൺ പീസ് അത്ര ഇതായിട്ട് തോന്നാത്തത് ലാസ്റ്റ് വീഡിയോ പറഞ്ഞു. അപ്പൊ നിന്റെ അഭിപ്രായമാണ് ആദ്യം കേൾക്കാം. ഓക്കെ ഫൈൻ ഷുവർ. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് പെഡിഗ്രി ഭയങ്കര വ്യത്യാസമാണ്. റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, അവരുടെ ഡെവലപ്മെൻറ്റ് ക്വാളിറ്റി, അത് ഓരോ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സേ ഒരു എക്സാമ്പിൾ ഇതാ, ആരെങ്കിലും പവർഫുൾ ആയിട്ട് ടു ബി ഫെയർ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടു ഈച്ച് ദെയർ ഓൺ സംഭവമാണ്. കാരണം എല്ലാവരും ഡിഫറെന്റ് സർക്കംസ്റ്റാൻസ് ആണ്. ഇപ്പൊ എല്ലാവരും സെയിം സർക്കംസ്റ്റാൻസ് ആയിരുന്നെങ്കിൽ ജിംബയ്ക്കാണ് ഏറ്റവും കുറച്ച് ക്യാരക്ടർ ഡെവലപ്മെന്റ് കിട്ടിയത്, കാരണം പുതിയ ജോയിനിങ് ആണ്. ജിംബ ചെറിയ സ്ക്രീൻ ടൈം ആണ്. ഫിഷ്മാൻ ഐലൻഡിന് ശേഷമാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കണ്ട് മനസ്സിലാക്കാൻ. നമ്മൾ കണ്ടു തുടങ്ങിയ തന്നെ പുള്ളിക്കാരൻ ഈ സ്ട്രോങ്, മെച്ചുവേർഡ് ആണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആണ്. അത് കണക്ക് തന്നെ പുള്ളിക്കാരന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള വെർഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സ്ട്രോ ഹാറ്റ്സിലോട്ട് ജോയിൻ ആവുന്നത്. സോ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നത്. ഇപ്പം നാമി ആണെങ്കിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമിയുടെ ഒരു ആശ, അത് രക്ഷിച്ച ആളാണ്. ആശ എന്ന് പറഞ്ഞാൽ ലൂഫിയുടെ ആ ഒരു ആർലോങ്ങിന്റെ പിടിയിൽ നിന്നും ആ ഒരു അതാണ് ഒരു അതിനും പ്രയോറിറ്റി ഉണ്ട് നാമി ഈ ഒരു ജേണിക്ക് കൂടെ വരാനായിട്ട്. അപ്പോഴങ്ങനെയൊക്കെ വരുന്നുണ്ട്. സോറോയ്ക്കാണെങ്കിൽ സോറോയുടേതായ കാരണങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ എയിമുകളുണ്ടല്ലോ, ഡ്രീംസുകളുണ്ടല്ലോ. സോ അതിനകത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആരായിട്ടായിരിക്കും തോന്നിയത്? That's a very subjective question. അത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള യുവർ ഒപ്പീനിയൻ. ചേട്ടന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല രീതിയിൽ ക്യാരക്ടർ ഡെവലപ്പ് ആയിട്ടുള്ളത് ആർക്ക് എന്നുള്ളത് രണ്ടുപേരും, സാഞ്ചി എന്ന് പറയാം പേഴ്സണലി. കാരണം സാഞ്ചി എന്ന് പറയുമ്പോഴത്തേക്കും ഫാമിലി ട്രോമ ഓവർകം ചെയ്ത്, പിന്നെ ലൈക്ക് ഐഡൻറ്റിറ്റി മനസ്സിലാക്കി, പർപ്പസ് കണ്ടുപിടിച്ച് കുറച്ചും കൂടെ നല്ല വ്യക്തിയാവണമെന്ന വാശിയിൽ ലൈക്ക് ഒരു വാനോയിൽ നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. ആ ഹോൾ കേക്ക് എന്ന് വാനോയിലോട്ട് വരുമ്പോഴത്തേക്ക് ആ ഡിസ്റ്റിങ്ഷൻ ഭയങ്കര എവിഡൻ്റ് ആണ്. ആ സെയിം സമയം തന്നെയാണ് സോറോ എന്ന ക്യാരക്ടറും അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വന്നിട്ട് നമ്മളിപ്പം ഈ എഗ്ഹെഡിൻ്റെ തുടക്കത്തിൽ. പക്ഷേ സാഞ്ചിക്ക് എത്ര ക്യാരക്ടർ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്, സബ്ജക്റ്റ് വന്നു. അല്ല വേറൊന്നും കൊണ്ടല്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവന് കുറച്ച് ഐഡിയോളജീസ് ഉണ്ട്. അതായത് ടു ഫുഡ്, ടു വിമൺ, എങ്ങനെയാണ് അവന്റെ അപ്രോച്ച് എന്നുള്ളത്. അത് രണ്ടുപേർക്കും സിമിലർ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പിൾസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആക്ച്വലി ഒരു സ്ട്രോ ഹാറ്റ്സിൽ കയറിയെന്ന് വേണമെങ്കിൽ പറയാം. ഹോൾ ബ്ലൂവിന് വേണ്ടിയാണല്ലോ സാഞ്ചി മെയിനായിട്ടും
എല്ലാവർക്കും പ്രൈമറി കല്യാണം ഉണ്ടായിരുന്നല്ലോ. അല്ല ഞാൻ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാഞ്ചിയുടെ അപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ പല തവണയും ഈ ഒരു ഇവന്റെ ഒരു ഐഡിയോളജി കാരണം ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ ലൈഫ് സ്റ്റേക്കിലാവുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് റോബിനെ രക്ഷിക്കാൻ വേണ്ടി ഇമ്പൽ ടൗണിൽ പോകുന്ന സമയത്ത് ഖലീഫയായിട്ടുള്ള ഫൈറ്റ് ഇപ്പൊ ഇവൻ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം പെട്ടെന്ന് തന്നെ ആ ഒരു ഫൈറ്റ് ഫിനിഷ് ചെയ്യാനുള്ളതാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി തന്നെ ഈ പറഞ്ഞ ഒരു ബസ്റ്റർ കോൾ വരുന്നുണ്ട്. സോ ബസ്റ്റർ കോളിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം റോബിനെയും കൊണ്ട്. പക്ഷേ അറ്റ് ദാറ്റ് ടൈം അവന്റെ കൂടെ ഉള്ള അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള റോബിന്റെ ലൈഫ് സ്റ്റേക്കിൽ വെച്ചുകൊണ്ടാണ് അവന്റെ ഐഡിയോളജി അവിടെ പ്രിൻസിപ്പിൾസ് സാക്രിഫൈസ് ചെയ്ത് അതൊരു വലിയൊരു ക്വസ്റ്റൻ. അതൊരു ഒരു മോറലി നമ്മൾ ചിന്തിക്കേണ്ട ക്വസ്റ്റൻ ആണ്. പ്രിൻസിപ്പിൾസ് സാക്രിഫൈസ് ചെയ്ത് നമ്മൾ സർക്കംസ്റ്റാൻസിന് അനുസരിച്ച് നമ്മൾ പ്രിൻസിപ്പിൾ സാക്രിഫൈസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന്റെ ക്യാരക്ടറിനെ എത്രത്തോളം റെപ്രസെന്റ് ചെയ്യുന്നുള്ളൊരു വലിയ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ? അല്ലേ, നമ്മുടെ പ്രിൻസിപ്പിൾസ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ലൈക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരാളുടെ ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ ഫ്ലോ അല്ലേ? അല്ല, ക്യാരക്ടർ ഡെവലപ്മെന്റ് എനിക്ക് സാഞ്ചിയിൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് തോന്നി എവിടെയാണെന്നറിയോ? സ്റ്റാർട്ടിങ്ങിൽ പോലും ഒരു പാതി വരെയും സാഞ്ചിക്ക് വരുന്നുണ്ട് ഞാൻ തന്നെ എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, എൻ്റെ ഫൈറ്റുകൾ അല്ലെങ്കിൽ എനിക്ക് ബേർഡൻ ഉണ്ട്, ഞാനത് സ്വയം ഹാൻഡിൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഡ്രസ് റോസയിൽ വെച്ചിട്ട് അവൻ്റെ തന്നെ ബേർഡൻ അവൻ തന്നെ ചുമക്കാൻ നോക്കണം. ഡ്രസ് റോസയിൽ വെച്ച് അവന്റെ ബേർഡൻ അവൻ തന്നെ ചുമക്കാൻ നോക്കണം. ലൂഫിയെ ഉൾപ്പെടുത്തരുത്, ലൂഫിയെ രക്ഷിക്കണം, ഞാൻ എന്ത് പറ്റിയാലും എനിക്ക് കുഴപ്പമില്ല. അവിടെ നിന്ന് വാനോ ആർക്കിന്റെ അവസാനം ആകുമ്പോഴത്തേക്കും ഹെൽപ്പിന് വേണ്ടി റോബിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് സാഞ്ചി ഇല്ലേ? സോ ഒരു മടിയും കൂടാതെ കരഞ്ഞ് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും എന്റെ പ്രശ്നങ്ങൾ എന്റെ മാത്രം പ്രശ്നമല്ല, ഞാൻ ഒരു സ്ട്രോഹാറ്റ് മെമ്പർ ആണെന്നുള്ളത് ഹോൾ കേക്കിൽ വെച്ച് അവന്റെ സിസ്റ്റർ ആയിട്ടുള്ള ആ ഇന്ററാക്ഷനിലാണ് അവൻ കുറെ കൂടെ ആ മറ്റേ ഹെൽപ്പിംഗ് മെന്റാലിറ്റി. അതാണ് പറയാം, പാസ്റ്റ് ഫാമിലി ട്രോമാസ് ഒക്കെ ഓവർകം ചെയ്ത് ഹി ബിക്കംസ് എ ന്യൂ ക്യാരക്ടർ. ലൈക്ക് ആ ഹോൾ കേക്ക് ഐലൻഡിൽ ഹി ബിക്കംസ് എൻറ്റയർലി ന്യൂ ക്യാരക്ടർ. ആ ഒരു സാധനമുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, സഞ്ജി ആസ് എ ക്യാരക്ടർ നല്ലൊരു ഡെവലപ്മെന്റ് ആ സംഭവം ലാസ്റ്റ് ഒരു ഫ്യൂ ആർക്കിൽ നല്ല രീതിയിൽ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള എനിക്കൊന്ന് കഥ കിട്ടിയതും സാഞ്ചിക്കാണ്. ഒരു കംപ്ലീറ്റ് സ്റ്റോറിയാണ്. ബാക്കി എല്ലാവർക്കും ചെറിയ ചെറിയ പോർഷൻസിൽ ഫില്ല് ചെയ്ത് അവരെ ബാക്കി ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിലും സാഞ്ചിക്ക് കറക്റ്റായിട്ട് ഒരു ഫുൾ ബാക്ക് സ്റ്റോറി കൊണ്ടുവന്ന് എങ്ങനെ സാഞ്ചി ഇങ്ങനെ വന്നു എന്നുള്ളതൊക്കെ കൊണ്ടുവരുന്നത്. എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കുക. ബിക്കോസ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ സ്ട്രോ ഹാറ്റ്സിനെല്ലാം എന്താ പറയുക മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നുമില്ല, ഒരാളെ പിൻ പോയിൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐ വുഡ് സേ സാഞ്ചി ഈസ് എ നൈസ് പിക്ക്, അതും പറഞ്ഞത് നേരാ. പക്ഷേ who do you choose? It's very subjective. You can choose who you want. അങ്ങനെ നോക്കുവാണെങ്കിൽ ഐ വുഡ് സേ നാമിയെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഇൻട്രഡക്ഷൻ നമ്മൾ കാണുന്നുണ്ട് ഒരു വളരെ സെൽഫിഷ് ആയിട്ടുള്ള തൻ്റേതായ നല്ല റീസൺ ആണെങ്കിൽ പോലും തൻ്റേതായ രീതിയിൽ തൻ്റെ ലക്ഷ്യം നേടാനായി ആരെയും ചതിക്കാൻ മതിയില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മൾ നാമിയായിട്ട് കാണുന്നത്. ഷീ ഹാസ് എ വെരി ഗുഡ് റീസൺ. അത് നമ്മൾ അവസാനമാണ് കാണുന്നത്. പക്ഷെ പൈസ ഇല്ലാത്തവനെ വില അറിയുള്ളൂ. പൈസ ഇല്ലായ്മ എന്നുള്ളതിനുപരി നാമി ഹാഡ് എ കോൺട്രാക്ട് വിത്ത് അർലോങ്, അതായത് ഇത്ര പൈസ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ ഐലൻഡ് വെറുതെ വിടും എന്നുള്ള കോൺട്രാക്ട് ഉണ്ടാകും. അപ്പം അത് നമ്മൾ ആദ്യം അറിയുന്നില്ലല്ലോ. അപ്പം അതിന് ആ ലക്ഷ്യത്തിനാണെങ്കിൽ പോലും ആരെയും കണ്ണിച്ചോര ഇല്ലാത്ത ചതിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന നാമിയിൽ നിന്നും ഇന്ന് എന്താ പറയുക, ഒരു ടു ബി ഓണസ്റ്റ് ഐ തിങ്ക് നാമി ഈസ് ലൈക്ക് ദ മദർ ഓഫ് സ്ട്രോ ഹാറ്റ്സ്. പക്ഷെ ഇന്നും പൈസ കിട്ടി കഴിഞ്ഞാൽ അതിന് മാറ്റമൊന്നുമില്ല. എങ്കിലും അതിൽ നിന്നും വാനോ ആർക്കില് എന്റെ ലൂഫി പൈററ്റ് കിങ് ആവും എന്ന് പറയുന്ന നാമിയിൽ വളരെ വളരെ വലിയൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ് എനിക്ക് തോന്നിയത്. And the first straw hat to flex is her armament haki. അതെ 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 എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് അത് അങ്ങനെ നോക്കിയാലും മതി. ടു ബീറ്റ് അപ്പ് ദ മോൺസ്റ്റർ ട്രയോ, അതായത് സോറോ, സാഞ്ചി, ലുഫി എല്ലാത്തിനും അടിച്ച് പിമ്പിരിയാക്കും. സൺ പൈററ്റ്സിന്റെ ക്യാപ്റ്റനും എക്സ് വാർലോർഡും ഒക്കെ ജിംബെ പോലെ ഒന്ന് പേടിച്ച് മാറി നിൽക്കണമെങ്കിൽ നാമി എന്ന കഥാപാത്രത്തെ പേടിക്കാതെ മുമ്പിൽ പേടിക്കാതെ നിന്ന ജിംബെ പോലും ഒന്ന് മാറി ഒരടി മാറി നിൽക്കണമെങ്കിൽ നാമി എന്ന കഥാപാത്രത്തിന്റെ
അല്ല ഞാൻ പറയാൻ വന്ന എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ശരിയാണോ അല്ലേ എന്ന് അറിഞ്ഞൂടാ. അവൾക്ക് ഒബ്സർവേഷൻ ആക്കി നേരത്തെ ഉള്ളതായിട്ട് എനിക്ക് ഒബ്സർവേഷൻ ആക്കിയോ? ലിറ്റിൽ ഗാർഡനിൽ നിന്ന് ഇവിടെ ഡ്രം ഐലൻഡിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ സ്റ്റോം വരുന്നതായിട്ട് വെതർ നോളജ് ഉണ്ട്. പക്ഷെ ഇത് പ്രീ ടൈം സ്കിപ്പിന് സമയത്താണ് സംഭവിക്കുന്നത്. അപ്പൊ വെതർ നോളജ് വളരെ ക്ലിയർ ആയിട്ടുള്ള സ്കൈയിൽ നിന്ന് പെട്ടെന്നൊരു വലിയ സ്റ്റോം വരുമെന്ന് പറയുമ്പോൾ അത് എന്തായാലും ആ ടൈം വെച്ച് നോക്കുമ്പോൾ ഒബ്സർവേഷൻ ആക്കി നമുക്ക് പിന്നെ ആക്കി ആ സമയത്തൊക്കെ ന്യൂ കോൺസെപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതായിരിക്കും. നീ പറ നിന്റെ ഫേവറേറ്റ്. അല്ല ഞാനിപ്പോ പലരും പെട്ടെന്ന് പിക്ക് ചെയ്യാത്ത ഒരു ഇച്ചിരി ഹാർഡ് ഒരു പിക്ക് ചെയ്യാൻ പോയി ഉസപ്പ്. അല്ല വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ക്യാരക്ടറാണ് ഉസപ്പ്. പിന്നെ എന്നുവെച്ചാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാത്രമല്ല, ഇൻസെക്യൂരിറ്റീസ്, ലോ സെൽഫ് എസ്റ്റീം ഇഷ്ടം പോലെ ആ എല്ലാ നെഗറ്റീവ്സും ഒന്നിച്ചുള്ള അപ്പോൾ അത് ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇവന്റെ റോൾ എന്താണ് സ്ട്രോ ഹാറ്റ്സിലുള്ളതെന്ന് ഇവന് തന്നെ സ്റ്റാർട്ടിങ്ങിൽ അറിയത്തില്ല. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അവൻ ഷിപ്പ് റൈറ്റ് ആയിട്ട് നിൽപ്പുണ്ട്, അതേ സമയത്ത് തന്നെ അവൻ സ്നൈപ്പറാണ്, അതേ സമയത്ത് തന്നെ അവൻ ഒരു എഞ്ചിനീയർ ആയിട്ട് ഇവക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സോ ഹീസ് ഡൂയിങ് എവരി അതർ ജോബ് ഇൻ ദാറ്റ് ക്രൂ ആൻഡ് ഇൻ ദ ബിഗിനിങ്. വേറെ കാര്യം പറഞ്ഞിട്ടെ, ഊസോപ്പ് അങ്ങനെ ചെയ്യാനുള്ള കാരണം അങ്ങനെയൊന്നുമല്ല. മിസ്ഫിറ്റ് ആണെന്ന് പണ്ട് തൊട്ടേ കേട്ടറിഞ്ഞ ശീലത്തില് എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് പറ്റിച്ചേരാനുള്ള ഒരു അവസരം, എന്തെങ്കിലും ചെയ്ത് അവിടെ അതിലേക്ക് ഒരു സ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ ആൾക്കാർ അവനെ അംഗീകരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് ഒരു സ്ഥലം പിടിക്കാൻ എന്താണ് എനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യില്ല. ഐഡന്റിറ്റി ക്രൈസിസ് പാട്ടുസമണിലല്ല, സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടത്. കാരണം ഒരു ഫൈറ്റിനിടയ്ക്ക് എല്ലാ ആർക്കിന്റെ അവസാനവും ചാവുതിനടുപ്പിച്ച് ഇടി കിട്ടുന്നവന് സത്യം പറഞ്ഞ ഉസപ്പിന് പലപ്പോഴും കിട്ടാറുണ്ട്. ഉസപ്പാണ് ചാവുതിന് മൂക്കൊക്കെ ഒടിഞ്ഞ് തൂങ്ങിയിട്ടുണ്ട്. ആ അവസ്ഥയിൽ കിട്ടുന്ന മൊത്തം ഇവനാണ് ഫ്രൂട്ടിന്റെ കിട്ടിയിട്ടുണ്ട്. അതാണ് മെയിൻ സംഭവം. അതുപോലെ തന്നെ ഇവൻ ചിന്തിച്ചിട്ടുണ്ട്, ഇനിയിപ്പം ഗോയിങ് മേരി ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണോ ഇവന് ഇവിടെ ഒരു സ്ഥാനം ഉള്ളതെന്ന്. കാരണം ഗോയിങ് മേരി ഈസ് ഫ്രം കയ ആൻഡ് ഇറ്റ് ഈസ് ഓൾ റിലേറ്റഡ് ടു ഉസപ്പ്. ഗോയിങ് മേരി വെരി റിലേറ്റഡ് ടു ഉസപ്പ്. സോ അതുകൊണ്ടാണോ ഇനി അവനെ ഇത് വെച്ചിരിക്കുന്നത് എന്ന് വരെ അവന് തോന്നിയിട്ടുണ്ടോ? കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ആൾസോ മേ ബി എ റീസൺ ഫോർ വൈ ഹി ഫൈറ്റ് അഗെയിൻസ്റ്റ് ലൂഫി ഫോർ ഗോയിങ് മേരി. അതുപോലെ തന്നെ ഇനി ഇവന് ഗോയിങ് മേരിയെ കൊണ്ട് ഇനി അവർക്ക് ഗുണമില്ല, ഗോയിങ് മേരിയും കൊണ്ട് അവർക്ക് ഇനി യാത്ര തുടരാൻ പറ്റത്തില്ല. അതേപോലെ ഒരു സിറ്റുവേഷനിൽ ഇവനെയും ഇനി പുറത്താക്കൂ, അല്ലെങ്കിൽ ഇവനും ഇനി ഇവർക്കൊരു യൂസ്ലെസ് ആവും തോന്നുന്നു. ഐഡന്റിറ്റി ക്രൈസിന്റെയും ബ്രോക്കൺ ചൈൽഡ്ഹുഡിന്റെയും പ്രോപ്പർ സൈക്കോളജിക്കൽ എക്സാമ്പിൾ ആണ് ഉസപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറും പേഴ്സണലി ഉസപ്പാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ദ വൺ നോർമൽ പേഴ്സൺ എമോങ് ദ മോൺസ്റ്റേഴ്സ്. He don't have any super human mortal among gods. ആ ഒരു ഇതുണ്ട്. കാരണം വെതർ കണ്ടുപിടിക്കാനുള്ള കഴിവ് ഇവളെ പോലെ നാമിയെ പോലെ ഇല്ല. ആർക്കിയോളജിസ്റ്റിന്റെ കഴിവോ അല്ലെങ്കിൽ നോളജോ അവനില്ല. ഫ്രാങ്കിയുടെ അത്രയും ഷിപ്രൈറ്റിന്റെ കഴിവില്ല. ഫ്രാങ്കിക്ക് ഈവൻ ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവക്കാണെങ്കിൽ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. സോ അങ്ങനെ എല്ലാവർക്കും ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഉസപ്പിന് ആ ഒരു ഇതുണ്ട്. അത് പക്ഷെ പിന്നീട് നോക്കുകയാണെങ്കിൽ ഉസപ്പ് പിന്നങ്ങോട്ട് ഫ്രം ദ സബോഡി കഴിഞ്ഞിട്ട്, അതായത് പോസ്റ്റ് ടൈം സ്കിപ്പിൽ അവൻ തിരിച്ചൊരു ഫ്ലെക്സിയാണ്. സത്യം പറഞ്ഞാൽ അവന്റെ ഒരു ഗ്ലോബ് പിന്നെ ഫ്ലെക്സിയാണ്. അത് കഴിഞ്ഞാൽ തന്നെ ഇവന് പോലും ഇല്ല അത്രയും. അതോ മറ്റേ കഴിച്ച് വണ്ണം വെച്ചിട്ട് എന്റെ ലുഫിക്ക് പ്രശ്നമുണ്ട്, ഐ നീഡ് ടു ഗെറ്റ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന. അത് ആ ഒറ്റ ഇതിനകത്താണ് 2 വർഷമാണ് സമയമൊന്നും അറിയുന്ന സമയത്ത് അവൻ അതോ ഡ്രിപ്പ് ഇവിടെ ഒരു ഗോട്ടി, ഫുൾ 6 പാക്ക്, 2 സസ്പെൻഡർ ഒക്കെ ഇട്ടുണ്ട്.
അതിനുശേഷം കൊണ്ട് നോക്കുകയാണെങ്കിൽ അവന്റെ എങ്ങനെ പവർഫുൾ ആയെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അവൻ ഇപ്പൊ ഒരു ആന്റി ക്രൈസ്റ്റിലല്ല നിൽക്കുന്നത്, ഒരു പേഴ്സണാലിറ്റി. ഇപ്പൊ ഓക്കെ, ഞാൻ അവരുടെ അത്രയും പവർഫുൾ ആയിരിക്കത്തില്ല, പക്ഷെ ഐ ആം എ പാർട്ട് ഓഫ് ദ ക്രൂ എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈവൻ അറ്റ് ദ ഡ്രസ് റോസെ പോലും അവൻ ചാവുന്നവൻ ഉറപ്പാണ്. അവൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ, അവൻ തിരിച്ചു പോയി ഫൈറ്റ് നിന്നാൽ അവൻ ഒന്നിക്ക് ചാവും, അല്ലെങ്കിൽ അവൻ കളിപ്പാട്ടമായിട്ട് മാറും. ഒന്നിക്ക് കളിപ്പാട്ടമായിട്ട് മാറും, അല്ലെങ്കിൽ ചാവും ഉറപ്പാണ്. എന്നിട്ട് പോലും അവൻ ചെല്ലുന്നതും അത് ഒരു ഐഡന്റിറ്റി, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു കോൺഫിഡൻസ് ആണ്. ഒരു ഗതി പരഗതി ഇല്ലാതെ തനിക്ക് തൻ്റെന്ന് വിളിക്കാൻ ഒരു സ്ഥലമില്ലാത്ത സ്ഥലത്തു നിന്നാണ് ഞാൻ ബിലോങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വേണം എന്നുള്ള ഒരാളാണ്, ആ ക്രൂവിന്റെ ഒരു മെമ്പർ ആണെന്നുള്ളതിന്റെ ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ, റീഅഷുറൻസ് കിട്ടുമല്ലോ. അതിനുശേഷമാണ് ആക്ച്വലി ഉസോപ്പ് പ്രോപ്പർ ക്യാരക്ടർ ആണ്. ഡ്രസ് റോസിലെ MVP ഉസോപ്പ് തന്നെയാണ്. ഉസോപ്പ് ഷുഗറിനെ ഹോൾ കേക്കിൽ ഇവൻ ബ്രൂക്കും ഉസോപ്പ് ഷുഗറിനെ അടിച്ചില്ലായിരുന്നെങ്കിൽ അന്നത്തോടെ തീർന്നു. അല്ല, ഉസോപ്പ് പോയി മറ്റേ ഫെയറീസിന്റെ കൂടെ പ്ലാൻ ചെയ്തില്ലായിരുന്നെങ്കിലും നടക്കൂലായിരുന്നു. അല്ല, അവിടെ വെച്ച് അവൻ സത്യം പറഞ്ഞ അവന്റെ ഡ്രീമിനോട് അടുത്തെത്തി. അതാണ് മറ്റേ ഇമ്പോർട്ടൻറ്റ് സാധനം. ഈ സത്യം പറഞ്ഞാൽ ഉസോപ്പ് അടിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ നടക്കൂലായിരുന്നു. അവന്റെ ഡ്രീമിനോട് അടുത്തെത്തി സത്യം പറഞ്ഞ അവൻ. കാരണം അവനെ ഒരു വാരിയർ ആയിട്ട് ആ ഒരു പ്രതിമ വരെ വെച്ച് അവന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ബിക്കം എ വൺ ഓഫ് ദ വാരിയേഴ്സ് ഓൺ ദ സീ. ഇപ്പോൾ ആ ഒരു ലെവലിലോട്ട് വരെ ഉസപ്പ് ആ ഒരു ആർക്കിൽ എത്തുവാണ്. സോ ഹി ഹാസ് ബിക്കം somebody who is powerful on his own accord. അത് വിഷയമായിരുന്നു. നീ പറ. അല്ല, എനിക്ക് സെയിം ആൻസർ തന്നെയാണ്. അല്ല, വേറെ ഒരു ഈ ഒരു ഇതല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ, കാരണം I think there is one another character who has got a very superb character development. Who is Robin? എന്താണ് റോബിൻ? ചോപ്പർ അല്ല, റോബിന്റെ കാര്യത്തിൽ കുറച്ച് എക്സ്റ്റെൻസീവ് ആണ്. ചോപ്പർ കുറെ കൂടെ റെസ്പോൺസിബിൾ ആയി, വിച്ച് വി ഓവർലുക്ക് വെരി മച്ച്. ചോപ്പർ കുറെ കൂടെ റെസ്പോൺസിബിൾ ആയി. റോളക്സ് ഡി ചോപ്പർ ചോപ്പറിന്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഓവർലുക്ക് ചെയ്യുന്ന സംഭവമാണ്. ഒരു വളരെ നൈവായിട്ടുള്ള, പക്ഷേ എല്ലാ ഇൽനെസ്സും ക്യൂർ ചെയ്യണം, അതിനുള്ള ക്യൂർ കണ്ടുപിടിക്കണം എന്നുള്ള സ്ഥലത്ത് നിന്ന് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ പഠിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിലോട്ടുള്ള ഗ്രോത്ത്. ക്വീനെ സൂപ്ലെക്സ് ചെയ്യാനുള്ള സ്ട്രെങ്ത്, മോൺസ്റ്റർ പോയിന്റ് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ടാണ് മറ്റേ ആ ക്വീനിന്റെ ആ സോംബി ഡ്രഗിന് ആൻഡോട്ട് കണ്ടുപിടിച്ചത്. അത് മാത്രമല്ല, അൺടിൽ എ സർട്ടൺ പോയിന്റ് അവനൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് ചോപ്പറിന്. ഹി ഈസ് എ മോൺസ്റ്റർ. അതുകൊണ്ട് തന്നെ അവനെ അവിടെ അംഗീകരിക്കപ്പെടത്തില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ട് അവന്. എല്ലാവർക്കും അണ്ടർലൈൻ സൈക്കോളജിക്കലി അതുണ്ടായിരുന്നു. പക്ഷെ അത് ഫിഷ്മാൻ ഐലൻഡിൽ അത് മാറും. അതിൽ പറയല്ല, നീ മോൺസ്റ്റർ പോലെ ആയില്ലെന്ന്. അത് കുഴപ്പമില്ല, ലൂഫിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോൺസ്റ്റർ ആവാനും തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് ഫിഷ്മാൻ ഐലൻഡ്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പം അവൻ റംബിൾ ഫ്രൂട്ട് 3-ലധികം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റെ ആ ഒരു എന്തെന്ന് പറയുന്ന ആ ഒരു ഇതിനകത്തോട്ട് തിരിച്ചു പോകും. മോൺസ്റ്റർ ലൈക്ക് മൈൻഡ് സെറ്റിലോട്ട് തിരിച്ചു പോകുന്നു. സോ അതും അതിനല്ലേ നമ്മുടെ പങ്കസാടിന് ശേഷം ഇവൻ ശരിയാക്കി കൊടുത്തേ. ക്വീൻറ്റോടെ ഉള്ള ഫൈറ്റിനകത്തും ആണെങ്കിലും അവൻ റംബിൾ സീസർ ക്ലൗണിന്റെ വാക്കുകളിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തതാ. നിനക്ക് സീസർ ക്ലൗൺ ആണ് മറ്റേ ഒരു മിനിറ്റ് എന്താ പറ്റുള്ളൂ, പിന്നെ 4 മിനിറ്റ് ആക്കി. ഡയലോഗ് ഇറക്കുന്നുണ്ട്, നിനക്ക് അതിന്റെ ലിമിറ്റ്സ് പുഷ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ്. സത്യം പറയാം, എനിക്ക് ഫസ്റ്റ് ഭയങ്കര വെറുപ്പായിരുന്നു കേട്ടാ. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം പറയുന്നത് കിടിലൻ ക്യാരക്ടർ. ഇതൊക്കെയാണ് പോയി ഇരിക്കുന്നത് അറിയാമോ? മറ്റേ അവനെ എവിടെയോ കണ്ട നല്ല പരിചയം. ഞാൻ ഗാങ്സ്റ്റർ ഗാസ്റ്റീനോ. നീ സീസറല്ലേ? അല്ല, ഞാനാണ് ഗാങ്സ്റ്റർ. ശരി, സോറി. എന്റെ മോനെ. റോബിൻ പറയുന്നതും കാര്യമുണ്ട്. റോബിന് ഇത് മറ്റേ ഗേൾ ഫ്രം ഒഹാര, ഡെവിൾ ചൈൽഡ് എന്നറിയപ്പെടുന്നു. ഏത് ഓർഗനൈസേഷനിൽ ചെന്നാലും അവളെ കണ്ടുപിടിക്കും. അത് ആ ഓർഗനൈസേഷൻ ഒരു പരിധി കൂടുതൽ ഹിറ്റായ അവരെന്തായാലും വേൾഡ് ഗവൺമെൻറ് വന്ന് പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ആ ഒരു പേടി റോബിനുണ്ടായിരുന്നു. അതേപോലെ ഇവൾ ഈ ക്രൂവിൽ
എന്താ പറയുക ഈ ക്രൂവിലൊരു പാർട്ടായിട്ട് നിന്നിട്ട് ആ ഒരു ക്രൂ ഒരുവിധം പോപ്പുലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ ക്രൂവിനെ ഇതേപോലെ വേൾഡ് ഗവൺമെൻറ് പിടിച്ചുകൊണ്ടുപോയി അവരെ കൊല്ലുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബിഫോർ എനിയസ് ലോബി ബാക്കിയുള്ളവർക്ക് ഒരു ശല്യമാവരുത്, അവളൊരു ബേർഡൻ ആവോ, അവള് കാരണം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ളതും അതുകൊണ്ടാണ് സംഭവിച്ചിട്ടുണ്ട്. മറ്റേ ഒഹാറ നടന്നത് സെയിം സീനാണ്. ഇവള് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ പോയി ലൈബ്രറിയിൽ പോയി ബുക്കൊക്കെ എടുത്ത് വായിച്ചോണ്ടാണ് അവിടെ ഇങ്ങനെ സംഭവം നടന്നത്. ഇവള് ഒരു കുട്ടി അത് തന്നെടാ, ഒരു കുട്ടി എന്ന നിലയിൽ അങ്ങനെ ചിന്തിച്ചു പോയിക്കൂടാന്നില്ലല്ലോ. ആലോചിച്ച് നോക്ക്, പുള്ളിക്കാരിയെ മറ്റേ നീ ഇവിടെ കയറരുത് വരരുത് വായിക്കരുതെന്ന് അവിടത്തെ ഉള്ള ലൈബ്രറിയൻസ് പറയുമ്പോഴും അതിനെതിരെ നിന്ന് സംസാരിച്ചിട്ട് പെട്ടെന്നൊരു സംഭവം ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും പേടിക്കാനുള്ള സാഹചര്യം സംസാരിക്കുകയും ചെയ്തു, അവരറിയാതെ പഠിച്ചെടുക്കുകയും ചെയ്തു. അപ്പം മറ്റേ കർമ്മബലം എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് മനസ്സിലാക്കാൻ പറ്റുന്ന എപ്പോഴെന്ന് വെച്ചാൽ അതിന് മുമ്പ് വരാം ഇവള് അലബാസ്തയിൽ ക്രൂവിൽ ജോയിൻ ചെയ്ത് എനിയസ് ലോബി വരെ ഓരോരുത്തരെയും കുക്സാൻ അല്ലെങ്കിൽ സ്നൈപ്പർ സാൻ അങ്ങനെ എന്തെങ്കിലും വിളിക്കുള്ളൂ, അല്ലാതെ പേര് വെച്ച് വിളിക്കൂല. കാരണം അവളെ റോള് ആ ഒരു സ്ട്രോ ഹാറ്റിൽ എന്താണെന്ന് അവക്ക് ബാക്കിയുള്ളവർ അംഗീകരിച്ച ജാപ്പനീസ് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ സബ്ടൈറ്റിൽ ഓർക്കുന്നുണ്ട്. അതന്നെ. പിന്നെ സോറോനെ അത് ഓരോരുത്തരായിട്ട് ആ ഒരു അതുമായിട്ട് എന്താ അവരെന്താണ് പറയത്തുള്ളൂ, അല്ലാതെ അവരെ പേര് പറഞ്ഞു വിളിച്ചു. ലോബിയിലാണ് അവള് കാരണം നമുക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം റോബിനെ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റോബിന്റെ ബാക്ക് സ്റ്റോറി നമ്മൾ കാണിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം ആദ്യം അബാൻഡൻ ചെയ്തത് അച്ഛനും അമ്മയും അബാൻഡൻ ചെയ്തു. പിന്നീട് ഒഹാരയിലെ അവളെ ആകെ സ്നേഹിച്ചുള്ള കുറച്ച് പേര് മരിച്ചു. അവളെ അതുപോലെ തന്നെ അവളെ ആ നാട്ടില് തന്നെ പലരും അവളെ അബാൻഡൻ ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ അവൾക്ക് വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളോ നമുക്കറിയാലോ അവിടെ ആരുമില്ല. അവിടെ അവളുടെ കൂട്ടുകാരും എല്ലാം അബാൻഡൻ ചെയ്തു. അതിനുശേഷം അവളൊരു വീട്ടിൽ പോയി അവിടുത്തെ ആൾക്കാർ ഇവളെ വിൽക്കാൻ നോക്കി ഗവൺമെന്റിന്, അവിടെ അബാൻഡൻ ചെയ്തു. അങ്ങനെ അവൾ എവിടെയൊക്കെ പോകണ്ട അവരെല്ലാവരും അവളെ ട്രൈറ്റ് ചെയ്തിട്ടേ ഉള്ളു, അവളെ ബിട്രൈ ചെയ്തിട്ടേ ഉള്ളു. അപ്പോഴാ കൊക്കടയിൽ ഉൾപ്പെടാം. അപ്പോഴാ ഇനി സ്ട്രോ ഹാറ്റും ഇനി അങ്ങനെ ചെയ്യുമോ, അതായത് അല്ലെങ്കിൽ ഒന്നുകിൽ സ്ട്രോ ഹാറ്റ് അങ്ങനെ ചെയ്യും. സ്ട്രോ ഹാറ്റ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് സ്ട്രോ ഹാറ്റിനെ ഹോണ്ട് ചെയ്യും. സോ അത് രണ്ടും അറിയാവർക്ക്. ഒന്നുകിൽ ഇവര് സ്ട്രോ ഹാറ്റ് തന്നെ പിടിച്ചു കൊടുക്കും. സ്വന്തം ജീവിതം ഒരു പാരഡോക്സ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ളൊരു വ്യക്തിയുടെ സാധാരണ തോന്നാവുന്ന ഭയം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം അവൾ അങ്ങനെ ഇരുന്നു. പക്ഷെ എനിയസ് ലോബി പോസ്റ്റ് എനിയസ് ലോബിയിൽ അവള് ഇത് മനസ്സിലാക്കും, ഇവരുടെ കൂടെ ആക്കാം. പിന്നീട് അവളുടെ ലൈഫ് പോകണം. അവള് അധികം സംസാരിക്കുന്നില്ല. അവള് ബാക്കിയുള്ള എല്ലാവരും ഇന്ന് ചായ കുടിക്കുക, എല്ലാരും ഇങ്ങനെ ചുമ്മാ തമാശ എന്തെങ്കിലും. അവൾ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നി. ആ ഒരു അവള് പക്ഷെ പിന്നെ അവിടെ എൻജോയ് ചെയ്യാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇരുന്ന് ഒരു ചായ കുടിച്ചിരിക്കുക. ശിവനെ ആ മറ്റേ ബ്രൂക്കായിട്ടുള്ള സീനൊക്കെ ബ്രൂക്കും അവള് ഭയങ്കര കോമ്പിനേഷനാ. നമുക്ക് കുറച്ച് ബ്രൊമാൻസ് ആയി അങ്ങനെയൊക്കെയാണ്. ഫ്രാങ്കിക്ക് നല്ല ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ട്. ബോഡി മോഡിഫിക്കേഷൻസ് ഒരു സൈഡ്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ കീപ്പോട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ്. ഇത് നോക്കി ആ ഒരു ചാർട്ട് നോക്കി നമുക്ക് മനസ്സിലാവും. കൊച്ചുനാളിലെ ഫ്രാങ്കി വാസ് ലൈക്ക് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നിന്നിട്ട് അവൻ അന്നത്തെ കാലത്ത് തന്നെ ഈ പറഞ്ഞ വാർഷിപ്പുകൾ ഉണ്ടാക്കുന്ന ആളാ. അവിടെ എന്നിട്ട് ആ ബാറ്റിൽ ഫ്രാങ്കി ഉണ്ടാക്കിയത് കാരണം അവൾ അച്ഛനെ പോലെ അവൻ കണ്ടിരുന്ന ആള് മരിച്ചുപോയി, കൊല്ലപ്പെട്ട്. അപ്പോഴ് അത് കാരണം അവിടെ വെച്ചിട്ട് അവനൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നു. സോ അതിനുശേഷം അവൻ ഈ പറഞ്ഞ ഇത് പൊളിക്കുന്നതിനകത്തും അല്ലെങ്കിൽ ബാൻഡിറ്റ്സ് എന്നുള്ള രീതിയിൽ അവിടെ ആ നാട്ടിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലോട്ട് പോകുന്നു. അവിടുന്ന് പിന്നെ അവൻ പവർഫുള്ളാണ്. ഈവൻ സ്ട്രോ ഹാറ്റ്സിൽ തന്നെ അന്ന് എത്ര പേർക്ക് ഫ്രാങ്കിയുമായിട്ട് ടോട്ടിട്ട് അടിച്ചിരിക്കാൻ പറ്റും നമുക്ക് ഡൗട്ടുണ്ട്. ലൂഫി 1-on-1 അടിച്ചിടുകയും ചെയ്തല്ലോ. അതത്ര കഷ്ടപ്പെട്ടില്ല, നല്ല ഒരു ഒപ്പോണന്റ് ആയിരുന്നു. ഫ്രാങ്ക് ജോയിൻ ചെയ്ത സമയത്തേക്കും ഫോർമിഡബിൾ ആയിരുന്നു. CP9 ഒരുത്തനെ ഹാൻഡ് ടു ഹാൻഡ് ആയിട്ട് നിന്നിട്ട് കൊങ്ങി പിടിച്ച് പൊക്കി വെക്കുമല്ലോ. അവിടെ നിന്നിട്ട് ഇപ്പോഴത്തെ ഫ്രാങ്കി ഒക്കെ
ഇപ്പോഴത്തെ ഫ്രാങ്കി കുറെ കൂടെ ഓണസ്റ്റ് ആണ്, ഹ്യൂമൻ ലൈക്ക് ആണ്, ഫണ്ണാണ്. മറ്റേത് ശരീരം ഒഴികെ ശരീരം കൂടുതൽ ഇതായി. അത് ഹി വെൻ ഫ്രം ഹ്യൂമൻ സൈബോർഗ് ടു സൈബോർഗ് ഹ്യൂമൻ. അതെ, അത് തന്നെ മേക്ക് സെൻസ്. ഓ ലേസർ അടിക്കാൻ പോവാ, അല്ല നിപ്പിൾ ലൈറ്റ് കാണിക്കാൻ. മുടി എന്തിനാ പിന്നെ കോൾഡ് സീൻസ് ബ്രൂക്ക് കഴിഞ്ഞാൽ പിന്നെ അടിക്കുന്ന ആളാണ്. അതായത് ഫ്രാങ്കി. നിനക്ക് നമ്മളെ ഇത് ലൂഫിയെ പാർക്കിംഗ് ആക്കണ്ടേന്ന്, ഇത് വെറും എംബറർ അല്ലേ. അവരുമായിട്ട് അടി ഉണ്ടാക്കരുത്, അവർ യോങ്കോ ആണ്. യോങ്കോ ഇതൊക്കെ നമ്മൾ കണ്ടു. ക്യാപ്റ്റൻ നമുക്ക് നമ്മളെ ക്യാപ്റ്റനെ പയർക്കിങ് ആക്കാൻ നിൽക്കല്ലേ, എന്നിട്ട് റാഡിക്കൽ ബീം അടിക്കുക. റെഡിക്കൽ വ്യൂ അത്. പക്ഷെ ഇത് വെഗാപ്പങ്ങിന്റെ ഈ ഒരു ഇതിനകത്ത് വന്നപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. കാരണം റാഡിക്കൽ ബീമിന് അവര് ഭയങ്കര ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ, ഈ ഒരു വെപ്പൺ എങ്ങനെ ഈ വെഗാപ്പങ്ങോട്ട് ബന്ധപ്പെട്ടല്ലാത്ത ഒരാള് ഇത് എവിടുന്ന് വന്നു, ഈ ഒരു എനർജി മാർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത്. ഇവനോ നല്ല ബുദ്ധിയുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ. കൊച്ചുനാളിൽ ബാറ്റിൽഷിപ്പ് ഉണ്ടായിക്കൊണ്ടിരുന്ന ആളല്ലയോ. അതല്ലടാ, ക്യാരക്ടർ വൈസ് അണ്ടർറേറ്റഡ് ആണ്. നല്ല രീതിയിൽ ഉണ്ടാക്കാന്ന് വെച്ചാൽ ക്യാരക്ടറൈസ് അണ്ടർറേറ്റഡ് ആണ് നമ്മൾ കമ്പയറിംഗ് ടു അതർ ക്രൂ മെമ്പേഴ്സ്. ക്യാരക്ടർ ഡെവലപ്മെന്റ് നമ്മളിപ്പം ജിംബെ ഒക്കെ ആണെങ്കിൽ ജിംബെ എന്തിനാ പറയുന്ന കൊച്ചുനാളിൽ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അർലോങ്ങോട്ടുള്ള ലൈഫ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴവിടെ നിന്നിട്ട് അവന് പിന്നെ അവന്റെ ആ രാജ്യം മൊത്തം, അവന്റെ നാട് മൊത്തം അവന് രക്ഷപ്പെടുത്തണമെങ്കിൽ ആ നാടിനെ ആരാ നശിപ്പിക്കുന്നത്? അവർക്ക് കീഴിൽ ജോലി ചെയ്യണം. അവരെ കീഴിൽ ജോലി ചെയ്തുകൊണ്ട് ഇവരെ ഉപദ്രവിക്കുന്നത് നിർത്തണം. അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഒരു ഡോഗ് എന്നുള്ള രീതിയിൽ വാർലോഡായിട്ട് പിന്നീട് മാറുന്നത്. പിന്നെ വൈറ്റ് ബിയറിന്റെ സുപ്രമസി പോകുമ്പോ ബിഗ് മമ്മ വരും. അപ്പൊ ബിഗ് മമ്മ ആണ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ബിഗ് മമ്മിന്റെ കീഴിലോട്ടാവും. അപ്പോഴത്തെ പിന്നെ മനസ്സിലായി ബിഗ് മമ്മ അറിയാലോ ഒരു ഗുണമില്ലാത്ത ഒരു എംബറാണ്. അവർക്ക് 3 നേരം തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ അവര് നിർത്തത്തോളൂ, ഇല്ലെങ്കിൽ അവര് ഓടി കൊച്ചുങ്ങളെ പോലെ തിന്നും. കൈതോടടുത്ത് എനിക്കൊരു ഒരു സെൻസ് ഓഫ് ഒരു എന്താ പറയാ ഒരു റെസ്പെക്ട് ഉണ്ട്. കിങ്ങിനോട് നിന്നതിന്റെ ആണോ? അല്ല, കൈതോ ആസ് എ ക്യാരക്ടർ ഒരു റെസ്പെക്ട് ഉള്ള ക്യാരക്ടറാണ്. എനിക്ക് ബിഗ് മോമിന്റെ അത്രയും വെറുപ്പ് തോന്നാനുള്ള റെസ്പെക്ട് എന്താണെന്നറിയാവോ? മറ്റേ ഓടന്റെ കൊച്ചിനെ ഇത് ഇമിറ്റേറ്റ് ചെയ്ത ആ വിച്ചിനെ അയാള് കൊല്ലുന്നുണ്ട്. കൊന്നൊന്ന് പറഞ്ഞു കൊടുക്കുന്നല്ലേ, ഇവനെ മറ്റേ തിളച്ചെണ്ണയില് നിർത്തുന്നതിന് മുമ്പായിട്ട്. അത് ഓൾറെഡി എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ലൂഫിയ ആയിട്ടുള്ള ഫൈറ്റിന്റെ ഇടയ്ക്ക് ലൂഫിയ CP0 അടിച്ചിരുന്ന സമയത്ത് നടക്കുന്നത് അവന് ദേഷ്യം വന്നിട്ടല്ലേ അവൻ അപ്പോഴേ തന്നെ മറ്റേ CP0 കൊന്നോളാം. എനിക്ക് ഒരു ഫെയർ ഫൈറ്റ് വന്നോണ്ടിരുന്നവൻ അവൻ. തളർന്നിറങ്ങുമ്പോ അടിക്കൂല, മറ്റേ 1-on-1 കോമ്പാറ്റ് മാത്രമേ ഉള്ളൂ. ഭയങ്കര വെള്ളം അടിച്ചു കഴിയുമ്പോ അവന്റെ സ്വഭാവം മാറുന്ന കിളിയാണ്, മൂഡ് സ്വിങ് ഫുള്ള്. നീ ഒന്ന് ആലോചിച്ച് വൈകുന്നേരം 2 അടിച്ച് പാർട്ടിയൊക്കെ നടത്തി മറ്റേ ഒനികാശി മാറ്റന്റെ മാളിലിട്ട് ആ നാട് നശിപ്പിച്ച് സ്വർഗമായി സ്വന്തപരമായി ജീവിക്കാന്നും പറഞ്ഞോണ്ടിരുന്നപ്പം ഒരു സെറ്റ് അതെ വേഴ്സ്റ്റ് ജനറേഷൻ, അത് കഴിഞ്ഞ് CP0ന്റെ ഏജൻസ് വരുന്നു. ഈവൻ നൗ കൈഡോ വിസസ് ലൂഫി 1-on-1 ഫൈറ്റ് സ്റ്റാർട്ടിംഗ് ടു എൻഡ് നടന്നായിരുന്നെങ്കിൽ ലൂഫിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ചാൻസും ഇല്ല. ഒരു മാറ്റവും ഇല്ല. അല്ല, ഇത്ര എക്സോസ്റ്റ് ആയിട്ടാണ് ഒരു ഡ്രഡ് റോക്ക് ഇടിച്ചിട്ട് കൈവേദനിച്ചിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ ഇപ്പൊ. നോട്ട് റിയലി. കാരണം പുതിയ മനസ്സിലായി. ഞാൻ വായിച്ചില്ല. അടിച്ച് കൈ പൊള്ളിയിരിക്കണ വലിയ കാര്യത്തില് അവസ്ഥയാണ് അങ്ങോട്ട്. സ്പോയിലർ, സോറി സ്പോയിലർ. അല്ല, എഗർട്ട് ഐലൻഡ് കണ്ണാക്ക് വിടായി ഇപ്പൊ ഉള്ള അവസ്ഥ അതിനകത്ത്. എഗർട്ട് ഐലൻഡ് എവിടെ ചെന്നാലും അടിയാ, 4 മൂലയ്ക്ക് വാള. അത് ഞാൻ കണ്ടായിരുന്നു. ഒരു വശത്തുനിന്ന് ട്രാൻസ്മിഷൻ, മറുവശത്തുനിന്ന് വേറൊരു അടി, മറുവശത്ത് ലുച്ചിയും വേറൊരുത്തിന്റെ അടി. അടിമാലി ഫാമിലി. അത് സോറോ ഉണ്ടായിരുന്നു. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാന്ന്. ഇല്ല, ഞാൻ സ്പോയിലർ അടിക്കത്തില്ലല്ലോ. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പോഴത്തേക്ക് ജിമ്മ് പറഞ്ഞു വേണ്ട പമ്പ് പോവാന്ന്. അടുത്ത ദിവസം നോക്കുന്നു. സോ ക്യാരക്ടർ ഡെവലപ്മെന്റ് അത് എല്ലാവരുടെയും ആയില്ലേ? വേറെ ആരും ഇല്ലല്ലോ. If you have any other opinions or ideas, next is a simple
എ സ്പെഷ്യൽ ബോണ്ട് ബിറ്റ്വീൻ ലൂഫി ആൻഡ് സോറോ. ലൂഫിയും സോറോയും തമ്മിലുള്ള ബോണ്ട് എന്താണ് കറക്റ്റായിട്ട്? അവരിനി ഒരു റൊമാൻസ് ആണോ? ക്യാപ്റ്റൻ ഫസ്റ്റ് മേറ്റ് ആ ഒരു റെസ്പെക്ട് ആണ് മെയിൻ സംഭവം. റോജറിന് ആര് എടാ ഇല്ല, ലൂഫി സോറയെ കാണുമ്പോൾ റിയലി അതേ സെയിം സംഭവം. ലൂഫി സോറയെ കാണുമ്പോൾ ലൂഫി ഒന്നും അല്ല, സോറ അപ്പോഴും മറ്റേ ബൗണ്ടി ഹണ്ടറാണ്. അപ്പൊ ആ ഒരു വ്യക്തി ലൂഫി അന്നൊരു പറച്ചിലുണ്ട്, സോറോ വഹിക്കും നമുക്ക് വേറെ വലിയ ക്രൂ ഒക്കെ വേണ്ടേ, നീ മാത്രം മതി, ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. പക്ഷെ അവൻ ആകെ ഒരാളെ കൂടി വേണ്ടുള്ളൂ എന്നുള്ളത് ഒരു മ്യൂസീഷ്യന് വേണം, ഒരു കുക്കിനെ വേണം, ഒരു മ്യൂസീഷ്യനെ വേണം, വേറെ അതാ ഉള്ളതുകൊണ്ടുള്ള ആ ഒരു ഇതാണ്. അപ്പൊ അതാണ് കാരണം. സംഭവം ആ ഒരു ലോയൽറ്റിയാണ്, ക്യാപ്റ്റൻ ഫസ്റ്റ് മേറ്റ് ആയിട്ടുള്ള ലോയൽറ്റിയാണ്. അതാണ്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ സോറോയ്ക്ക് ആദ്യമായിട്ട് കിട്ടിയ വ്യക്തി, ലൂഫി ആദ്യമായിട്ട് കമ്മിറ്റ് ചെയ്ത സോറോയുടെ ഡ്രീം ആണോ ലൂഫി ആണോ സോറോയ്ക്ക് വലുത്? നല്ലൊരു അല്ല കാര്യം തുടക്കത്തില് എന്റെ ലക്ഷ്യത്തിന് കുറുകെ വന്ന നിന്നെ ഞാൻ വെട്ടൂന്ന് പറയുന്ന ഒരു സോറോനെ ഒന്ന് കാണാം. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ലക്ഷ്യത്തിന് മുമ്പേ വരുന്നവനെ വെട്ടാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ തന്റേതായ ലക്ഷ്യം ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ള സംഭവം കൂടെ ഉണ്ട്. അയ്യോ അല്ല വേറൊന്നുമല്ല, നത്തിങ് ഹാപ്പൻഡ്, അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അവൻ ചത്തുപോന്ന് അറിഞ്ഞിട്ട് പോലെ അവനാ ഇത് വേദന മൊത്തം അവന് ചത്തുപോകോ ഇല്ലയെന്ന് പോലും അവൻ അറിയത്തില്ല. ഇവൻ പറയുന്നുണ്ട്, ആരാ നമ്മളെ കുങ്ങോ പറയുന്നുണ്ട് ചിലപ്പോ നീ ചത്തുപോകും. അവന് ഓൾറെഡി അവന്റെ ഡ്രീം ഉണ്ട് ഫ്രണ്ടില്, അവനത് കംപ്ലീറ്റ് ചെയ്യണം, അതിന് വേണ്ടിയാണ് അവൻ ലൂഫിയോടെ ചേർന്നത്. പക്ഷെ നീ ചത്തുവും ചിലപ്പോ, അത് കുഴപ്പമില്ല. കാരണം അറ്റ് ദാറ്റ് മൊമെന്റ് ലൂഫി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ഹിം ദാൻ ഹിസ് ഡ്രീം ഇറ്റ് സെൽഫ്. കാരണം ലൂഫിയുടെ ലൈഫാണ് അവൻ അപ്പോഴും. പിന്നീട് അതുപോലെ തന്നെ അത് വേറൊരു ക്യാരക്ടർ കൂടി അങ്ങനെ ചെയ്യുന്നുണ്ട്. സോ അത് സാഞ്ചി അതേപോലെ എനിക്ക് വേണ്ട, നീ രക്ഷപ്പെട്ടു. മറ്റേ ഇനേലിന്റെ ലൈറ്റ്നിങ്ങിന്റെ മുമ്പിൽ ചാടുന്നുണ്ട്. അത് ആക്ച്വലി ഒരു അണ്ടർ റേറ്റഡ് സംഭവം. ഒരുമാതിരിപ്പെട്ട ആൾക്കാർ സ്കിപ്പ് ചെയ്തുകൊണ്ട് കണ്ടില്ല. തുടങ്ങി വെച്ചത് താങ്ക് യു ഫോർ ദ ലൈറ്റ്. അതല്ല, നത്തിങ് ഹാപ്പൻ തുടങ്ങി വെച്ച ഒരാളാണ് സ്കൈപ്പ് ആർക്കില്. അല്ല ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ക്യാരക്ടർ ഡെവലപ്മെന്റിനകത്ത് ഞാൻ സോറ പറയാൻ, അതുകൊണ്ട് സോറ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇതാ, കാരണം സ്റ്റാർട്ടിങ് വിത്ത് ഹിസ് ഡ്രീം ബട്ട് എൻഡിങ് വിത്ത് കംപ്ലീറ്റിംഗ് ലൂഫിസ് ഡ്രീം. അതുപോലെ തന്നെ ആനിമേഷനിലെ MC ബെസ്റ്റ് ഫ്രണ്ട് റൈവൽ എന്നുള്ള ഒരു സാധനത്തിന് മാറ്റം വന്നതും സോറോ എന്ന കഥാപാത്രം ക്ലീഷേ എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ ട്രെൻഡ് ആയിരുന്നു അത്. DBC തുടങ്ങിയതാണ് ഗോക്കു വെജീറ്റ എന്നുള്ള സാധനത്തിൽ നിന്നും. ഇപ്പോൾ നറൂട്ടോയിലാണെങ്കിലും സാസ്കെ നറൂട്ടോ ഉണ്ട്. പിന്നെ അതായത് അവിടെ മുതൽ ഇന്നേ വരെയുള്ള പല MCs നോക്കിയാലും ബെസ്റ്റ് ഫ്രണ്ടായ കഴിഞ്ഞാണ് ഞാനും ഇവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു യാങ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും എല്ലാ MCയിലും ഉണ്ടാകും. പക്ഷെ അതിനൊരു മാറ്റം എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഞാൻ കൊണ്ട് എന്റെ അഭിപ്രായത്തിൽ, അതായത് സോറോ ആൻഡ് സാഞ്ചി ആ ഒരു വിങ്സ് ഓഫ് ദ പൈറേറ്റ് കിങ്, അവിടെയും ദ ലൂഫി ഈസ് ഓൺ ദ ഡിഫറെന്റ് ലീഗ്, ഒരു മുകളിലാണ് അവർ നോക്കുകയാണെങ്കിൽ. മറ്റേ കൈതോന്റെ കിങ്ങും ക്വീനും അവന്മാർക്കും തമ്മിൽ കാണാൻ മേലായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് അവർക്ക് റെസ്പെക്ട് ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അവര് പക്ഷെ ഇവരുടെ അത്രയില്ല. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ തമ്മിലടിക്കാം, മറ്റവരെന്തുവേണമെങ്കിലും ചേട്ടൻ പറഞ്ഞു. മൂന്നാമതൊരുത്തം വന്ന് പൊളാൻ അത് ഇതിൽ സംഭവിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എത്ര വരെ സീൻ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. സോറ അവിടെ നിന്നിട്ട് പുതിയൊരു ടെക്നിക്ക് ഫൈൻഡ് ചെയ്യാൻ നോക്കും, അതായത് വാള് പിടിക്കുന്നത്. ഒറ്റ ചവിട്ട ഞാൻ പറഞ്ഞുതരാം. മറ്റേ ഇവൻ ഫോക്സ് ഉണ്ടല്ലോ, അങ്ങനെ പേര് ഞാൻ പറഞ്ഞു, സിൽവർ ഫോക്സ് ഒന്നോ അങ്ങനെ ഇവന്മാരെ വിളിച്ചോണ്ടിരുന്ന സ്പ്ലിറ്റ് ഹെഡ് അങ്ങനെ ആർക്കില് ലോങ് റിംഗ് ആ ആർക്കിലാണ് ഈ സീന് പറഞ്ഞത്. നാമയ്ക്ക് വെട്ടുള്ള സോറോ വലിച്ചിട്ടിട്ട് അടുത്തം വെട്ടാൻ വരുമ്പം ഇത് പിടിക്കാൻ പോവാണ്. സാഞ്ചി പറയുന്ന ഒരു ഒറ്റ ചാട്ടം, മറ്റവന്റെ കൈ വന്ന് തലയുടെ ഇവിടെ അടിക്കും. എന്തിനാണ് എന്നെ ചവിട്ടിയെ, നീ നാമിയെ തള്ളിയിട. ആ അടി വരുന്നത് ഇപ്പൊ വാളിങ്ങനെ വന്നിട്ട് അവന്റെ മുഖത്ത്, മറ്റേ ഒപ്പന്റെ മുഖത്ത് അടി കൊള്ളുന്നത് ഇങ്ങനെ വാളിന് വരാം. അതൊരു ഒന്നൊന്നര
അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടി ഓഫ് ബ്രൂക്ക് ഫ്രാങ്കി ചോപ്പർ അത് വെരി ലോ അല്ലേ എന്ന്. ബ്രൂക്ക് ഫ്രാങ്ക് ഫ്രാങ്കിയുടെ കേസ് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന സീൻ ഏതെന്നറിയോ? ഡ്രസ് റോസ കഴിഞ്ഞിട്ട് ഉസോപ്പ് ഇങ്ങനെ ബൗണ്ടി വായിക്കുമ്പോൾ പുറകിലൊരു വലിയ രൂപം വരും, നിനക്ക് മാത്രം അന്നേരം അയ്യോ ചോപ്പറിന് 100 പേര് ഉള്ളല്ലോ. അപ്പൊ അന്നേരത്തേക്ക് പുള്ളി മറന്നു പാവപ്പെടാൻ, അവനെ പോയി ഞാനും സമാധാനിക്കട്ടെ. സത്യം പറഞ്ഞാൽ കുറവാണ്, പക്ഷേ അവരുടെ ഹീറോയ്ക്ക് അത് ഫ്രാങ്കിയുടെയും ബ്രൂക്കിൻ്റെയും ചോപ്പറിൻ്റെയും ഹീറോയ്ക്ക് ഇൻസ്റ്റൻസസ് എല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഓവർലുക്ക് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. കാരണം ഈ മറ്റേ ബ്രൂക്ക് ബിഗ് മോമിനായിട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന സംഭവം കാണുന്ന ക്രൂ മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അത് അഡ്രസ്സ് ചെയ്യാൻ അക്നോളജ് ചെയ്യാൻ വേറെ ആരുമില്ല. ഫ്രാങ്കി കണ്ണാക്ക് വിടാക്കുന്നത് ആരും കണ്ടിട്ടില്ല, സ്വന്തം ടീമിനെ അല്ലേ കാണുന്നവന്. അതുമല്ല ആ മറ്റേ മോൺസ്റ്റർ ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഏതൊരു മോൺസ്റ്റർ സ്വന്തം ടീംമേറ്റ്സിലും അതുകൊണ്ട് തന്നെ മറ്റേ ആരും അറിയാതിരിക്കുന്നത് വളരെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്. ഫോട്ടോ പോലും ഇല്ലായിരുന്നു. മോശമാണോന്ന് ചോദിച്ചാൽ മോശമാണ്. പക്ഷേ ഇപ്പൊ ഫ്രാങ്കിയുടെ ഫോട്ടോ എന്തുവാ? സണ്ണിയുടെ ഫോട്ടോ ഉണ്ട്. അത് മറ്റേ ഇനിയിപ്പം ജനറൽ ഫ്രാങ്കിയുടെ എനിക്കിപ്പോ ഡൗട്ടേ ഈ നാവിയുടെ ഫോട്ടോ ആരെടുത്തെന്നാണ്. നീ ഈ കൂട്ടത്തില് ഞാൻ കണ്ടില്ലായിരുന്നല്ലോ ബൗണ്ടി. അല്ല പുതിയ സംസാരിക്കുന്നുണ്ട്. അല്ല ചോപ്പറിന്റെ കൂടുതലും കാണുന്നത് എങ്ങനെയാണ്? ആ ഒരു ക്യൂട്ടായിട്ടുള്ള ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാടില്. പക്ഷെ അവർക്ക് അറിഞ്ഞൂടല്ലോ ഇങ്ങനെ മോൺസ്റ്റർ ആവുന്നത്. അതുമല്ല ചോപ്പറിനെ മറ്റേ ഇപ്പോഴും പെറ്റെന്നല്ലേ കൊണ്ടു നടക്കണേ. അല്ല ഡോക്ടറാണ് അല്ലെങ്കിൽ ക്രൂവിലെ വലിയൊരു മെമ്പർ. മറ്റേ ഫേക്കുകള് ഒരു കുറുക്കനെ പിടിച്ചു. അതിലെ നാമിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്റെ ദൈവമേ. നാമിയല്ല എനിക്ക് അതിന്റെ ദേഷ്യം, റോബിനെ ആയിരുന്നു. കോമഡി പീസുകൾ തന്നെയല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ബ്രൂക്കിനെ വിട്ടുപോയി. പക്ഷെ ബ്രൂക്ക് ആക്ച്വലി ഓവർലുക്ക്ഡ് കേട്ടോ, ഭയങ്കര ഓവർലുക്ക്ഡ്. ഇത്ര എക്സ്പീരിയൻസ്. അതെ, അല്ല അത് ആദ്യം അറിയത്തില്ലായിരുന്നു നീ ആരാണ് ഇവരുടെ കൂടെ ഉള്ള സ്കെൽറ്റ് ആണെന്നുള്ളത്. പിന്നീടാണ് ഈ സബോവാഡി ആർക്കിന്റെ പോസ്റ്റ് സബോവാഡി ആർക്കിലാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അന്നത്തെ പണ്ടത്തെ മ്യൂസിക് പ്രസിഡന്റ് അവരുടെ ഗ്രൂപ്പിലുള്ള ആളാണ് ഈ പറഞ്ഞ ഇവരുടെ കൂടെ. എന്താന്ന് വെച്ചാല് ബ്രൂക്ക് 1-on-1 ബിഗ് മോം, പിന്നെ ബിഗ് മോമിന്റെ കൂടെ കിടന്നുറക്കുന്നുണ്ട് അളിയൻ. പിന്നെ പോണിഗ്ലിഫിന്റെ കോപ്പി അടിച്ച് മാറ്റിക്കൊണ്ട് എല്ലാം അടിച്ചോണ്ട് പോകും. അത് കഴിഞ്ഞ് അതെടുക്കുന്നറിയോ തല തുറന്നിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് വിശന്ന് പ്രാന്ത് പിടിച്ചിട്ട് സണ്ണിയെ വെട്ടാൻ വരുന്ന ബിഗ് മോമിനോട് എന്തായാലും കൊല്ലാൻ പോവാ, പാൻറ്റീസ് ഒന്ന് കാണിച്ചു. അത്രയും ലെവലിലുള്ള കോൺഫിഡൻസ്, അത്രയും ലെവലിലുള്ള ഒരു മനുഷ്യനെ സമയത്ത് മറ്റേ ജിംബെ വയ്ക്കുമല്ല ഈ ഒരു നീ കൊണ്ടുവന്ന ഈ 3 സാധനത്തിന് വേണ്ടി എംബേഡേഴ്സ് എന്തൊക്കെ ചെയ്തു കൂട്ടും നിനക്ക് അറിയാവുന്ന. അറിയാം എന്താ കൂട്ടണം എന്നൊക്കെ ചോദിക്കും. ഭയങ്കര നോക്കുമ്പോ പെഡ്രോ ഇല്ലേ, അവൻ വരെ ഞെട്ടിപ്പോവും. അവിടെ നിൽക്കുന്ന എല്ലാവരും തരിച്ചയക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവൻ കൊണ്ടുവന്ന പോണിക്ലബിന്റെ 3 ഇത് ഒരു സൈഡ് ക്യാരക്ടർ ആണെങ്കിലും വളരെ വളരെ ഒരു കിടിലൻ ക്യാരക്ടർ പെഡ്രോ. ഭയങ്കരമായിട്ട് ഇഷ്ടം പോലെ ചട്ടി കയറി പോയി. എന്തായാലും കുഴപ്പമില്ല, പോട്ടെ. എന്നാലും സ്വന്തം കൂട്ടാളി ഒരുപാട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാത്ത ഓവർലുക്ക് ചെയ്ത് പോയ കുറെ സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മുടെ മറ്റേ സ്ട്രോ ഹാറ്റ്സിൽ ഈ കൂടുതലുള്ള മറ്റേ നമ്മുടെ പേരെന്തായിരുന്നു എടാ മറ്റേ ഹോൾ കേക്കില് ഇവർ അക്കോംപ്ലിസ് ആയിട്ട് നിൽക്കണ മറ്റേ അല്ല മറ്റേ വില്ലനില്ലേ ഒരു ഫോർട്ടായിട്ട് മാറുന്ന നൈസ് ക്യാരക്ടറാണ്. ആദ്യം നമുക്ക് ഇഷ്ടപ്പെടൂല, പക്ഷെ പിന്നീട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പ്രോപ്പർ ഫാമിലി മാനാണ്. സംഭവമാണ്. പക്ഷെ സംഭവം അല്ല മറ്റേ സഞ്ജി പ്ലാൻ ഇടുന്നുണ്ടല്ലോ, മക്കളെ അടിച്ചു കഴിഞ്ഞാൽ ഓടിക്കോണം, കൈ കിട്ടിക്കഴിഞ്ഞാൽ അമ്മര് വെറുതെ വിടത്തില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് അവിടെ തീരും, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബിയറിന്റെ റിയൽ മോട്ടീവ് ഇഷ്ടംപോലെ കോൺസ്പിറസീസ് മാത്രമേ എനിക്കും വലിയ പരിചയമുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം ഞാൻ വായിച്ചത്, ലുഫിക്കും ബ്ലാക്ക് ബിയർഡിനും ഒരേ ഡ്രീമാണ്.
ബട്ട് ദ വേ ദേ ആർ ഗോയിങ് അബൌട്ട് us to എനിക്ക് തോന്നുന്നില്ല. അല്ല, അവൻ്റെ ഡ്രീം ഇച്ചിരി വലുതാണ് ബ്ലാക്ക് ബിയറിന്റെ. കാരണം ബ്ലാക്ക് ബിയർ പറയുന്നുണ്ട് ആൾക്കാരുടെ ഡ്രീം ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട്. ഇത് എൻഡ് ഓഫ് ദി ഡ്രീം ആണ് ബ്ലാക്ക് ബിയറിന്റെ ഡ്രീം. സീനാണ് അത്. വൺ പീസ് വെച്ച് എനിക്ക് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ എന്റെ റൂമിൽ വരയ്ക്കാൻ പോയത് അത് തന്നെ. ആ ഒരു മാങ്ക പാനലിന്റെ ഫീല് സിലോവേറ്റ് ആണോ അത് നീ മൊത്തത്തിൽ വരയ്ക്കാനോ? ഫുള്ളായിട്ട് ആ കുപ്പി ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഒരു പറച്ചിലുണ്ട്. പീപ്പിൾസ് ഡ്രീം നെവർ എൻഡ്. അല്ല, ഇപ്പം ഈ ഇത് നീ തോന്നുന്നുണ്ടോ, അതായത് റോക്ക് ഡി സെബക്കിന്റെ അടുത്ത ജനം മകൻ എന്ന് പറയുന്നത് തന്റെ കോൺസ്പിറസി എന്ന് വെച്ചാൽ ഇപ്പൊ മകനായിരുന്നു. ഇപ്പം ബ്ലാക്ക് ബിയർഡ് അതിന്റെ ക്രൂയിൽ ഉണ്ടായിരുന്നാണ്. ബ്ലാക്ക് ബിയർഡ് ഇവനെ എന്താ പറയാ ബിട്രേ ചെയ്തു. പക്ഷെ റോക്ക് ഡി സെബക്കിനെ കാണാൻ മോർ ലൈക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്രാഗൺ പോലെ. ലുക്കിലേക്ക് കഴിഞ്ഞാല് വളരെ കൂടുതൽ സിമിലാരിറ്റി ഡ്രാഗനായിട്ടാണ്. അത് ഭയങ്കര സിമിലാരിറ്റി ഡ്രാഗനായിട്ടാണ്. പോകുന്ന എന്നാന്ന് വെച്ചാല് യാമിയാമിനോമി, അതായത് ഡാർക്ക്നെസ് ഫ്രൂട്ടിന്റെ ആദ്യത്തെ യൂസർ റോക്ക് ഡി സെബക്ക് ആയിരുന്നു. റോക്ക് ഡി സെബക്കിനെ വീണ്ടും ഭൂമിയിൽ പുനർജനിക്കാനായിട്ടുള്ള ഒരു പാത്ത് വേ ആണ് ബ്ലാക്ക് ബിയർഡ് എന്നുള്ള രീതിയിൽ. 3 ഫ്രൂട്ട്സ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഓൾറെഡി 2 ഫ്രൂട്ട്സ് ഉണ്ട്. ട്രമർ ഫ്രൂട്ടും ഉണ്ട്, ഡാർക്ക്നെസ് ഫ്രൂട്ടും ഉണ്ട്. എനിക്ക് ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കഥയെന്നറിയോ, കാഗുയ ഒത്സുസുക്കി. ഓക്കെ, എടാ ചാൻസ് ഇല്ലായില്ലല്ലോ. പക്ഷെ കുറച്ച് ഫാർഫെച്ച്ഡ് അല്ലേ? എനിക്ക് കുറച്ച് ഫാർഫെച്ച്ഡ് ആയിട്ടാ തോന്നിയേ ആ ഒരു റീഇൻകാർണേഷൻ പരിപാടി. അങ്ങനത്തെ ആ ഒരു പരിപാടി എനിക്ക് അത്യാവശ്യം വളരെ സിമ്പിൾ ആണ്. അവന് വേൾഡ് മൊത്തത്തിൽ റൂൾ ചെയ്യണം. റോക്ക് ഡി സെബക്കിന്റെ ഇതെന്ത് വരുന്നത്, കിങ് ഓഫ് ദ വേൾഡ് ആവണം. കിങ് ഓഫ് ദ വേൾഡ് ആവണം, നോട്ട് ദ പൈറേറ്റ് കിങ്. കിങ് ഓഫ് ദ വേൾഡ് ആവണം. അതിനാണ് ബ്ലാക്ക് ബിയറിന്റെ ഡ്രീം. അതിനാണ് ഇരിക്കുന്ന സ്ഥലം അവന് വേണം. അതുണ്ട്, മാങ്കയിലുണ്ട്. അതല്ല ചെറുക്കന്റെ കാര്യം ഓൾറെഡി അറിയാമല്ലോ എല്ലാവർക്കും. ആരൊക്കെ അറിയാം? ആനിമേ വാച്ചേഴ്സിന് അറിയായിരിക്കുമല്ലോ ഇമു ആരെന്നും. ഇമു എന്ന് പറയുന്നത് മറ്റേ വേൾഡ് ഗവൺമെന്റിന്റെ ആരും അറിയാത്ത ഒരു മെയിൻ കൈ. ബ്ലാക്ക് ബിയർഡിന് അങ്ങനെയല്ല. ബ്ലാക്ക് ബിയർഡിന് ടോട്ടൽ അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഈ വേൾഡ് ഗവൺമെന്റ് നമ്മൾ നല്ല ആൾക്കാരാണ്, നമ്മൾ വേറെ ചെയ്യൂലേ എന്ന് പറഞ്ഞിട്ടുള്ളതല്ല. ബ്ലാക്ക് ബിയർഡ് നല്ല സ്ട്രാറ്റജിസ്റ്റ് ആണ്. അല്ല, മുതലെടുപ്പാണ്. എല്ലാം അടിച്ച് തളർന്നിരിക്കും. അവനെ കൊണ്ട് മറ്റേ ആർക്കും മിനിമൽ കാഷ്വാലിറ്റീസ് വരുന്നു. മറ്റേ പരിപാടി അവന്റെ ഇറച്ചി മണ്ണൂറ്റൊന്നും അറിയാവുന്ന ഒരു സീനിലും വരത്തൂല്ല. മറീൻ ഫോർഡിന്റെ യുദ്ധം കഴിഞ്ഞ് ഷാങ്സിനെ അടിക്കാൻ നിൽക്കുമ്പോൾ വേണ്ട, നമ്മളായിട്ടില്ല. റെയിലി ഒന്ന് ഫ്ലെക്സ് ചെയ്യുന്ന സമയത്ത് ആളെ അവിടെ നിന്ന് അപ്പഴ തെറിക്കും. റെയിലി പറയുന്നത് ഞാൻ അടിക്കാന്നിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ റെയിലി അങ്ങനെ പറയുന്നതും കൂടിയാണല്ലോ. റെയിലി പറയുന്നത് 70-ാം വയസ്സിലും മറ്റേ ലൂഫിനായിട്ട് വെള്ളം കുടിപ്പിക്കുന്നതാണ്. 70-ാമത്തെ വയസ്സിലെ കടല് നീന്തി കിടന്ന ഒരു കപ്പൽ പോലുള്ള കടല് നീന്തി കിടന്നാണ് അവ എല്ലായിടത്തും പോകുന്നത്. കാമ്പെൽറ്റിലെ സീക്കിങ്ങിനെ കൊന്നു കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത് ആ സീൻ. അതിനെക്കാട്ടിലും കോമഡിയാ. അയ്യോ അണ്ണൻ എങ്ങനെ വന്നു, നീന്തി വന്നടാ. വളരെ കാഷ്വലായിട്ട്, വളരെ കാഷ്വലായി. പവർഫുൾ ആണ്. സോ അപ്പം ലൈക്ക് റെയിലിയുടെ ഇപ്പോഴത്തെ പവർ വെച്ച് നോക്കുമ്പോഴത്തേക്കും അന്നത്തെ ജനറേഷൻ വേഴ്സസ് ഇപ്പോഴത്തെ വേഴ്സ് ജനറേഷൻ വന്ന പവർ ഗ്യാപ്പ് ഭയങ്കരമായിരുന്നു. അതിഭയങ്കരമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ബിയറിന്റെ ഫുൾ പവർ സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നില്ല കറക്റ്റായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഹി ഹാസ് 2 ഡബിൾ ഫ്രൂട്ട്സ്. അതും രണ്ടും രണ്ടെണ്ണം വേൾഡിനെ മൊത്തത്തിൽ നശിപ്പിക്കാൻ വരുന്ന അത്രയും ത്രെറ്റ് ആയിട്ടുള്ള ഡബിൾ ഫ്രൂട്ട് ആണ് വൈറ്റ് ബിയറിന്റെ ഡബിൾ ഫ്രൂട്ട്, ട്രമർ ഫ്രൂട്ട്. അതിൻ്റെ കൂടെ അവന്റെ കൂടെ ഉള്ളതാണെങ്കിൽ യാമി ഫ്രൂട്ട്. ഡാർക്ക്നെസ് അത് പറയുന്നുണ്ട്. ഡബിൾ ഫ്രൂട്ട് ഗാർപ്പിന് കിട്ടിയ എങ്ങനെ ഇരിക്കുമെന്ന്. ഓ എന്റെ പൊന്നു, ഒരു ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായി പിളന്നു. നീ ആലോചിച്ച ഗാലക്സി ഇമ്പാക്ടിന്റെ കൂടെ ഇതും കൂടി തീർന്ന് മറ്റേ റെഡ് ലൈനൊക്കെ അപ്പുറത്ത് കിടന്ന് പൊട്ടു. അവന്റെ ഏസിന്റെ എക്സിബിഷന്റെ സമയത്ത് അക്കേനെ ഇടിക്കാൻ പോയില്ലേ, ഓ ഈ വിഷയമായിരുന്നേനെ. എന്റെ അതിന്റെ ഒരു ഫാൻമേഡ് പടമുണ്ട്. ഇടിച്ചു ചേർത്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഗാർപ്പിനെ പണി കിട്ടത്തുള്ളൂ. കാരണം അക്കൈനുവാനുമായിട്ട്
ആ സമയത്ത് അങ്ങനെ ഒരു ഫൈറ്റ്. ആ സമയത്ത് ഫൈറ്റ് ആണെങ്കിൽ കാരണം ഗാർപ്പ് ആ സമയത്ത് ഇമോഷണലി ആ ഒരു പ്രശ്നം കൊണ്ടാണ് ചെന്ന് കയറിയിട്ട് കോൺസിക്വൻസ് ആലോചിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ആ സമയത്ത്. പക്ഷെ അക്കൈനു കാര്യം എന്നാന്നറിയാമോ, ഇനി ലൂഫിയ വൈറ്റ് ബിയർഡിന്റെ നെഞ്ചത്ത് തുള വന്നിട്ടുണ്ട് ആ സമയത്ത്. ഓക്കെ, എന്നിട്ട് ഏഷ്യനെ കൊന്നിട്ട് ലൂഫി അടിക്കാൻ പോകുമ്പോഴത്തേക്കും മറ്റേ ഇത് വെച്ചിട്ട് അക്കൈനോട് മുഖത്തടിക്കും. അക്കൈനോന് പ്ലോട്ട് ആർമർ ഉണ്ട്, പക്ഷെ അങ്ങേരും കൂടെ ഇറങ്ങിയിരുന്നെങ്കിൽ അക്കൈനു നല്ല പണി. അക്കൈനു വിസസ് മറ്റേ കിസാരു ഫൈറ്റിനകത്ത് അക്കൈനു ജയിച്ച ആളാണ്. ആവുക്കിജി ഫൈറ്റിനകത്ത് ഇവൻ ജയിച്ച ആളാ. അതായത് ഹി ഈസ് മോർ പവർഫുൾ ദാൻ ആവുക്കിജി. അതെ. സോ ആവുക്കിജി ഈസ് കറന്റ്ലി ഹാക്കി യൂസേജില് എപ്പോഴും ഗാർപ്പ് തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. സ്ട്രോങ്ങസ്റ്റ് ഹാക്കി ആർമമെന്റ് ഹാക്കി ഉള്ള ആള്. അതെ, നമ്മൾ വായിച്ചിട്ടുള്ള ആളാണ്, അറിയാലോ ആവുക്കിജി എത്ര സ്ട്രോങ് ആണെന്ന്. പിന്നെന്തോ രണ്ടും കൂടെ അപ്പുറത്തേക്ക് സ്പോയിലർ അത് നിങ്ങൾക്ക് പറയാം. ഈ മാങ്ക വായിച്ച തെണ്ടുകളുടെ ഏറ്റവും വലിയ സൂക്കേടാണ് ഈ ആനിമെ കാണുന്ന. സ്പോയിലർ അടിക്കണ താല്പര്യമില്ല. ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ക ആനിമെ തമ്മിൽ എവിടെയാണ് ഇപ്പം ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത് കൃത്യമായിട്ടൊരു ഐഡിയ സത്യം പറഞ്ഞാൽ എനിക്കില്ല. ബ്ലാക്ക് ക്ലോവറിൽ ഇപ്പം ഇത് ഇറങ്ങിയിട്ടുണ്ടോ അത് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടാമതൊന്നും ചിന്തിക്കണം. ഇപ്പൊ ഇത് ടീസ് ചെയ്തോ എന്നൊക്കെ ഉള്ളത്. അതല്ല സംഭവം, ഇത് ഇത്രയും ഹിറ്റാവാൻ കാരണം ജപ്പാനില് മാങ്കയാണ് അവിടെ ഹിറ്റ്. അപ്പൊ എല്ലാരും അവിടെ മാങ്ക വായിക്കുന്നുണ്ട്. അത് എല്ലാം കൂടെ പിന്നെ എന്റെ അഭിപ്രായത്തിൽ വൺ പീസ് മാങ്ക വായിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, അറ്റ് ദ എൻഡ് വൺ പീസ് എന്തോന്ന് ആദ്യം അതിനകത്ത് റിവീൽഡ് ആവും. പിന്നെ വൺ പീസ് എന്താന്ന് റിവീൽഡ് ആയിട്ട് പിന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു എഫക്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ മാങ്ക വായിച്ച് അതിന്റെ കൂടെ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ സ്പോയിൽ ചെയ്ത് അറിയുന്നതിന് മുമ്പ് തന്നെ സംഭവം വായിച്ച് കാര്യം മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മൾ കാത്തിരിപ്പാണ്, എന്താണ് പുതിയ ചാപ്റ്റർ, എന്താണ് പുതിയ ചാപ്റ്റർ. എനിക്ക് അത്രയും കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. എനിക്ക് അങ്ങനെ 2-3 ചാപ്റ്റർ പഴയ ബോബനും മോളെ സീനാണ് അയച്ചിരിക്കും. ബ്ലാക്ക് ബീഡ്സ് റിയൽ മോട്ടീവ് ആൻഡ് ഡ്രീം. അല്ല, പണ്ട് ബാല്യമേരി ജംഗിൾ ബുക്ക് ആകുന്നുണ്ട്. അത് മൗഗ്ലിയുടെ ആളായിരുന്നു. നമ്മളൊക്കെ ഈമാൻ ആയിരുന്നു. അത് എന്ത് സാധനമായിരുന്നു. ഈമാൻ ആയിരുന്നു. കാരണം മെക്ക കോമിക് ആയിരുന്നു. അത്രയും കോമിക്സ് ഉള്ളതില് ഇതിന് മാത്രമാണ് ആ ഒരു ഡാർക്ക് ഒരു ബാറ്റ്മാൻ സ്കോപ്പ് കളറും ആ സ്റ്റോറിയും മറ്റേ വരച്ചു വെച്ചാൽ മുതിർന്നവർക്കുള്ള സാധനങ്ങളൊക്കെ ആ ഒരു ഫീലിംഗ് കിട്ടും. രസമായിരുന്നു. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, ബട്ട് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോഴല്ല ഈ റിയൽ മോട്ടീവ് ഡ്രീമും ഇപ്പോഴത്തേക്ക് റിയൽ മോട്ടീവ് പറഞ്ഞാൽ എനിക്കിനി തോന്നുന്നുണ്ടോ ഈ പറഞ്ഞ സ്കൈപ്പിൽ പോകുന്നതിന് തൊട്ട് മുമ്പേ സത്യം പറഞ്ഞാൽ സ്കൈപ്പിൽ എത്തുന്നത് ലൂഫിയെ ടൈല് പിടിച്ചിട്ടാണ് ബ്ലാക്ക് ബിയർഡ് അവിടെ എത്തിപ്പെടുന്നത്. സോ അതുപോലെ തന്നെ ലോക്ക്ഡൗൺ ഇവിടെ ചെല്ലുമ്പോഴും അവസാനം നമ്മുടെ ലാഫ്റ്റയിൽ എത്തുന്ന സമയത്ത് അവനെ ടൈല് പിടിച്ച് പോത്തിരുന്ന ആര് കണ്ടു? കാരണം അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് ലോക്ക്ഡൌണിൽ ലാഫ്റ്റയിൽ വെച്ച് ചിലപ്പോൾ ഫൈറ്റ് നടക്കാൻ പോകുന്നത് ലാഫ്റ്റയിൽ വെച്ചിട്ട് ഫൈറ്റ് നടക്കാൻ പോകുന്നത് മിക്കവാറും ലൂഫി വെസസ് ഇവിടെ ലാഫ്റ്റയിൽ വെച്ചാണ്. അടുത്ത ഇവന്റിന് വരുമ്പോൾ ഇത് കാണുന്ന പിള്ളേർ പനിക്കിടും കേട്ടോ. ഷാങ്ക്സ് നോസ് വേർ ലാഫ്റ്റയിൽ. ഹി ഡെഫിനറ്റ്ലി നോസ്. അത് മാത്രല്ല ഇവ ഇതിന്റെ പുറകെ നടക്കുന്നില്ല, ഈ പറഞ്ഞ പോളിഗ്ലിഫിന്റെ പുറകെ നടക്കുന്നില്ല. അവസാനം മറ്റവന്മാര് മറ്റേ കിഡ് പൈറൈറ്റ്സുമായിട്ട് വരുമ്പോഴത്തേക്ക് ഇന്ന് ഈ പോളിഗ്ലിഫ് ഒക്കെ എടുത്തു എന്റെ ക്യാപ്റ്റനെ വെറുതെ വിട്ടാൽ പറഞ്ഞ അവന്മാർ കൊടുത്തിട്ട് പോകുന്നതാ. അല്ലാതെ ഇവന്മാരിപ്പം പോളിഗ്ലിഫായിട്ട് വഴി കൂടി പോകുന്നുണ്ട്, ഇതൊന്നും ചാൻസ് ശ്രദ്ധിക്കുന്നില്ല. കില്ലറെ കാല് പിടിക്കുക കൊല്ലല്ലേ പാവം ചെറുക്കനാ. അത് ചിരിച്ചിരിച്ചായിരിക്കും പറയുന്നത്. അത് പക്ഷെ ആ കില്ലർ വേഴ്സസ് സോറോ ആ സീൻ എന്റെ മോനെ വാനോർക്ക് വെച്ചിട്ട് നെഞ്ചത്ത് വാള് കയറിയിരിക്കുന്ന സോറോ മറ്റേ സൈക്കോ മോനെ
これで間に合わせよう。刀3本。三刀流煉獄。മിക്ക എഡിറ്റിലും സോറോയുടെ എഡിറ്റിലും ആ ഒരു ഒനിഗിരി സീനാണ് കാണിക്കുന്നത്. ഒരു ചിരിയുണ്ട്, ചരിച്ച് നമ്മൾ ആദ്യം ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് വേദന ആണ് ആ ഒരു കാണിക്കുന്നത്. എന്നിട്ട് അത് പതുക്കെ അങ്ങ് ചിരി അങ്ങാവും. അതൊരു ഡെവിളി സ്മൈല്. അത് കഴിഞ്ഞിട്ട് ഒനിഗിരി തീർന്ന് പരിപാടി കഴിഞ്ഞ് കില്ലർ സ്പോട്ടില്. അതാ അപ്പൊ നീ പറഞ്ഞ കണക്കാണെങ്കിൽ ലാഫ്റ്റർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ഫൈറ്റ് ആയിരിക്കും. ഷാങ്സ് എന്തായാലും അവിടെ തന്നെ കാണും. അങ്ങനെയാണ് ബഗ്ഗി അവിടെ ഈ ലൂഫി വേഴ്സസ് ഷാങ്സ് അവിടെ നടക്കും. അങ്ങനെയാണ് ബഗ്ഗി അവിടെ എത്തിയിരിക്കും. എങ്ങനെയാലും ബഗ്ഗിക്ക് ഭയങ്കര ലക്കാണ്. ബഗ്ഗി വരുവാണെങ്കിൽ അക്കൈനും അവിടെ എത്തും. അങ്ങനെയാണെങ്കിൽ ബഗ്ഗി വരുമ്പോ എന്നാന്ന് വെച്ചാല് ബഗ്ഗി വരുമ്പോ നടക്കാൻ പോകുന്ന ഇതായിരിക്കും. ലാഫ്റ്റൈൽ നടക്കാൻ പോകുന്നതായിരിക്കും. 3 ഡബിൾ ഫ്രൂട്ട് ഉള്ള ബ്ലാക്ക് ബിയർഡ്, മറ്റേ ഹാക്കി ഡീമൺ ആയിട്ട് ഷാങ്സ്, ഗിയർ 7 ലൂഫി, ഗിയർ മുകളിൽ ഒന്നുകൂടി കിട്ടും എന്തായാലും. കാരണം എന്താ അറിയോ, ഇപ്പം നമ്മള് ഈ പറഞ്ഞ ആണെങ്കിൽ അടുത്ത മിക്കവാറും എൽബാഫ് ആണല്ലോ. എൽബാഫിലുള്ള മിക്ക വാറിയേഴ്സും മറ്റേ ഹക്കോക്കു ഇക്കോക്കു എന്ന് പറഞ്ഞൊരു അറ്റാക്ക് മറ്റേ ഇത് ഗിയർ ഈ പറഞ്ഞ ഒരു മീമിന്നാ കേട്ടോ. ഇനിയിപ്പോ കമന്റ് എടുത്ത് ഇവന്മാര് 1 പീസ് കാണാതെ വന്നവന്മാരല്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനതൊരു മീമാണ്. ആ ഹാക്കി ഡീമൺ, 3 ഹെഡഡ് ബ്ലാക്ക് ബിയർഡ്, പിന്നെ മാഗ്മ ഡീമൺ അക്കൈനു, ഗിയർ 7 ലൂഫി. അല്ല ഗിയർ കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ലുച്ചിയുടെ നോക്കുകയാണ്, നമ്മൾ ഈ പറഞ്ഞ ലോഗിയ ഫ്രൂട്ട്സ് എല്ലാം നോക്കുകയാണെങ്കിൽ ലുച്ചിക്ക് ആദ്യം ഇവന്റെ നോർമൽ ഫോം ഉണ്ട്. അത് സീനായിരുന്നില്ലേ? അതിന് കഴിഞ്ഞിട്ട് അവൻ അപ്പോഴും തന്നെ ഈ പറഞ്ഞ ലെപ്പേർഡിന്റെ ഒരു ഫോമിൽ മാറുന്നുണ്ട്, ഫോം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫോമിലാണ് അവൻ ഇപ്പം ഫോമിലാണ് ഇപ്പോഴത്തെ ഫൈറ്റ്. അതിനൊക്കെ ലൂഫിക്ക് ഇനി ഒരു ഇപ്പോഴത്തെ ഫസ്റ്റ് ഫോം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഫോം ഇരിക്കുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് ഫോം ആയിട്ട് അയക്കുന്നത് ഗിയർ 5ന്റെ ഫസ്റ്റ് ഫോം ആയിട്ട്. അത് കാരണം മാത്രമല്ല അവൈക്കൻഡ് ഫോം ആവുമ്പോഴത്തേക്കും വേറെ ഒരു ഗിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം ഗിയർ 4 നമുക്ക് 2 ഫോം ഇല്ലേ. ഗിയർ 4 ബൗൺസ്മാനും സ്നേക്ക് മാനും സിമിലർ സാധനം. വൈറ്റ് വാരിയർ എന്നാണ് ആ സമയത്ത് അവനെ വിളിക്കുന്നത്. ഗിയർ 2 മുതൽ 4 വരെ തന്റെ ശരീരത്തിന് സ്വന്തമായിട്ട് വരുന്ന മാറ്റങ്ങളാ. അതായത് ലൂഫി ഫോഴ്സ് ചെയ്യുന്നത് ഗിയർ 2 തന്റെ ചോര ശരീരത്തിലൂടെ. ഗിയർ 3 എന്ന് പറയുമ്പോഴത്തേക്കും ബോൺ എക്സ്പാൻഷൻ. ഗിയർ 4 ഹാക്കിയും ബോൺ എക്സ്പാൻഷൻ, ഗിയർ 5 ആണ് ടു ബി ഓണസ്റ്റ് അവന്റെ ഡബിൾ ഫ്രൂട്ടിന്റെ അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് ഫോം ലൂച്ചിക്ക് തന്നെ ലോഗിയ ഫ്രൂട്ട്സിന്റെ നോക്കുകയാണെങ്കിൽ ലോഗിയ ഫ്രൂട്ട്സ് എല്ലാം നോക്കിക്കോ. ഫിഷ് ഫ്രൂട്ട് ഉള്ള ഇവന് നോക്കിക്കോ, നമ്മുടെ കൈതോയ്ക്ക് 3 ഫോം ഉണ്ട്. അവന് നോർമൽ ഫോം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഫോം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഹൈബ്രിഡ് ഫോം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഫോമും ഉണ്ട്. ഇതേപോലെ ലൂഫിക്ക് ഇനി ഒരു ഫോം കൂടി വന്നില്ലെന്നാലും പ്രോബബ്ലി 2 ഫോമല്ലേ ഉള്ളൂ. ഒന്ന് ഡ്രാഗൺ, ഒന്ന് ഹൈബ്രിഡ് ഫോം. പിന്നെ നോർമൽ ഇപ്പൊ ലൂഫി ആകെ ഒരെണ്ണല്ലേ ഉള്ളൂ. ഹൈബ്രിഡ് മാത്രമല്ല അവൻ ഫോം ഉള്ളു. ലൂച്ചിക്ക് അതേ കുറഞ്ഞൂടി ഉണ്ട്. ലൂച്ചിക്ക് നമുക്ക് 2 എണ്ണം ഉണ്ട്. അപ്പൊ ലൂഫിക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അവിടെ കേട്ടെ. ബെസ്റ്റ് ഗൂസ് പമ്പ് സീൻസ് ആൻഡ് അൺഎക്സ്പെക്ടഡ് ഇൻസിഡൻസ്. ബെസ്റ്റ് നമ്മൾ അവസാനം ആദ്യം നമ്മൾ വിചാരിക്കും റൈസോ ഞാൻ ഫസ്റ്റ് വിചാരിച്ച റൈസോ ഇല്ലെന്നാ വിചാരിച്ചത്. ഇവര് മിങ്സ് എല്ലാം വന്നിട്ട് റൈസോ ഈസ്
തല്ലിക്കൊന്ന് കൈ നീ റൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോറെന്നാ ഞാൻ ഉദ്ദേശിക്കുന്നത്. നീ റൈസ് എന്നാ ഞാൻ കേൾക്കുന്നുള്ളൂ. എനിക്ക് വിശക്കുന്നു. ക്ഷമിക്കണം എന്റെ ഭാഗത്ത് എടാ ചോറല്ലടാ ചോറ്. അല്ല, ആ ഒരു പോയിന്റിൽ നമ്മൾ ആദ്യം ഇവര് വരുമ്പം റൈസ് എന്തായാലും ഒളിച്ചിരിപ്പുണ്ടാവും എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഇത് ഇത്രയും കാണുമ്പോ നമ്മളെ convince ചെയ്യിക്കും. Viewers നെ വരെ convince ചെയ്യിക്കും. ശരി. അപ്പോഴാണ് ഇവര് പറയണത് ഇങ്ങനെ ഒരു നിഞ്ചാനെ കുറിച്ചൊന്നും പറയരുത്, വല്ല പ്രശ്നമാവുമെന്ന് സ്ട്രോ ആയിട്ട് വിചാരിക്കും. പക്ഷെ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ മൊമനോസ്കെ വരുമ്പോഴാണ് എല്ലാരും വന്നിട്ട് റൈസോ ഈസ് ഗുഡ്, റൈസോ ഈസ് സേഫ്. ഓ, അത് കണ്ടപ്പോൾ സോറ ഒറ്റ കണ്ണിലൊക്കെ അന്തിച്ച് ഇങ്ങനെയാ കണ്ണു തുറന്നു വെക്കുന്നത്. മറ്റേ കണ്ണോടെ തള്ളിയാണ് പാവം. ഇവൻ വരെ ഇതായിപ്പോയി, കരഞ്ഞു പോകും. മുസോപ്പ് വരെ കരഞ്ഞു. കണ്ണൊക്കെ തള്ളി പുറത്തൊരു ഉതാപ്പിന്റെ അതൊക്കെ അവന് ഒരു ഇൻസ്പിറേഷൻ പോലെ ആയിരുന്നു. ഇപ്പോൾ നാമിക്കുന്നതാണ് കാണാൻ. നാമി സ്റ്റക്ക എന്ത് വേണമെന്നറിയാം, ഏത് ഇമോഷൻ കൊടുക്കണമെന്ന് അറിയാൻ റോബിൻ എല്ലാരും വാ വിളിച്ചു. അടുത്ത ആള് എനിക്ക് ലൈക്ക് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഉണ്ട്. എല്ലാം പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്. കത്താക്കുരി ലൂഫി ഫൈറ്റ്, മറ്റേ ലൂഫിയ ആ പെണ്ണ് മറ്റേ സൈഡിൽ ഇരുന്നിട്ട് നൈസായിട്ട് ഇത് ചെയ്യുമല്ലോടാ, സ്നീക്ക് അറ്റാക്ക് ചെയ്യുമല്ലോ, അനിയത്തി സ്നീക്ക് അറ്റാക്ക് ചെയ്യുമല്ലോ, സ്വന്തമായിട്ട് കുത്തുന്നു. ഞാൻ മറ്റേ ഭ്രാന്തനാ ഇപ്പൊ എന്ത് കാണിക്കണേ ആ സീൻ. ആരും ചോദിക്കത്തില്ല, അവരിപ്പോ ചെയ്തില്ലെങ്കിൽ പോലും അവന് വേണമെങ്കിൽ ഈസിയായിട്ട് തോപ്പിക്കുകയും ചെയ്യാം. വില്ലൻ ക്യാരക്ടറാണ്, പർപ്പസ് ഇസ് ടു ഡിഫീറ്റ് ദ ഹീറോ. അപ്പൊ അവിടെ വന്നിട്ട് ഒരു ഓണർ അല്ലെങ്കിൽ അവിടെ പ്രിൻസിപ്പിൾസ് ആ സംഭവം അവിടെ അപ്ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന്റെ വാല്യൂ എന്നുള്ള സംഭവം ഞാൻ മറ്റേ സത്യം പറഞ്ഞാൽ സർപ്രൈസ് ആയിപ്പോയി. പിന്നെ ഈ എയ്സ് മരിക്കണത് മറൈൻ ഫോർഡ് സ്പോയിലർ, അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നല്ലോ. ഈ സാബോയ്ക്ക് എയ്സിന്റെ ഫ്രൂട്ട് ഇട്ടുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ മറ്റേ കണ്ടപ്പോഴത്തേക്ക് അത് ഫ്ലിപ്പായി. അതും ഭയങ്കര കിടിലം പരിപാടിയായിരുന്നു. പിന്നെ വേറെ എന്തുവാ വേറെ പിന്നെ ഇവനെ സെയിന്റ് ചാർലോസിനെ ലൂഫി ഇടിക്കുന്ന സീൻ. സോ മൈനർ ടെക്നിക്കൽ ഡിഫിക്കൽട്ടി, കറണ്ട് പോയി. സോ വി കാൻ ഡു എനിത്തിങ് അബൌട്ട് ദാറ്റ്. KCB, യുവർ റെസ്പോൺസിബിലിറ്റി. സോ വി വർ സെയിങ് സർപ്രൈസിങ് moments. Yes, best goosebump scenes and unexpected incidents. എന്റേത് കഴിഞ്ഞു. അപ്പം നിന്റെ എന്തുവാണ്? എനിക്ക് PK സോറോ കട്ട് ചെയ്യുന്ന സീൻ. മറ്റേ അല്ല, അതില് എന്താ പറയാ, പ്രോപ്പറായിട്ട് മീഹോക്കിന്റെ കൂടെ ട്രെയിൻ ചെയ്തതിന്റെ ഒരു എലമെന്റ് നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് പോസ്റ്റ് ടൈം സ്കിപ്പിൽ കാണുന്നതല്ല. അതിൽ PK കട്ട് ചെയ്ത് കോർണർ ചെയ്ത് എന്നിട്ട് അത് ഇത്രയും വലിയ ശരീരത്തിൽ ഇത്ര കുഞ്ഞ് ടെസ്റ്റോസ്റ്ററോൺ ഉള്ളതെന്ന് ചോദിച്ചിട്ട് എന്തൊരു സംഭവമുണ്ട്. PK എന്നൊക്കെ പീക്കാച്ചിന് ഓർമ്മ പറഞ്ഞു. എനിവേസ് പക്ഷെ അതൊരു ഡിഫിക്കൽട്ടി ഒപ്പോണന്റ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ആ ഒരു ഒരിടത്ത് വെട്ടുമ്പോ വേറൊരിടത്ത് ചെന്നിരിക്കും. ഭൂമി ഐസൊലേറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ട് ഒരു ഭയങ്കര. അല്ല, അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ലുഫി ആണേലും സോറോനെ ആണേലും പൊട്ടന്മാരെന്ന് വിളിക്കുന്ന ആൾക്കാർ when it comes to fighting they are proper tacticians. ഫൈറ്റ് IQs ലൈക്ക് ഭയങ്കര ടാക്ടിക്സ് ഒന്നുമില്ല. ടാക്ടിക്സ് ഒന്നുമില്ല, അരിഞ്ഞു തീർക്കുക. എതിരാളി എന്താ പണ്ട് ബിരിയാണി വെക്കില്ലായിരുന്നു പരിപാടി. എന്റെ കേക്കാനോട് ചോദിച്ചാൽ നമ്മളിവിടെ കറക്റ്റ് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ അടുക്കള ഇരുത്തിട്ട് സവാള പടി എന്തിനൊക്കെ ട്രെയിനിങ്ങിന്റെ ഭാഗം നീ ചെയ്തു പടി. പക്ഷെ അല്ല, അതൊരു ഗൂസ്ബം മൊമെന്റ് ആയിരുന്നു സത്യം. കാരണം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 10-12 എപ്പിസോഡ് അടുപ്പിച്ചിട്ടില്ലായിരുന്നു പോസ്റ്റ് ഈ ഒരു ടൈം സ്കിപ്പ് വന്നപ്പോഴത്തേക്കും നമ്മൾ പവർ ലെവൽ പലരുടെയും കണ്ട്. പക്ഷെ സോറോട് അത് മിഹോക്കുമായിട്ട് ആ ഒരു മിഹോക്ക് ട്രെയിൻ ചെയ്തു എന്ന് പറയുന്നതിന്റെ ഒരു എലമെന്റ് സത്യം പറഞ്ഞാൽ കാണുന്നത് അത് ആർമമെന്റ് ഹാക്കി കാണിക്കുന്നു, ഹാക്കി കോട്ടിങ് കാണിക്കുന്നത്. ഈ ഒരു ഇതെല്ലാം കൂടി കാണിച്ചുകൊണ്ട് 1000 എത്രയായിരുന്നു പൗണ്ട് ഫീനിക്സ് എന്നോ അങ്ങനെ എന്തോ സാൻസൺ സേക്കായി അങ്ങനെ ഡബ്ബി പറയുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ പറയണം. ഇപ്പൊ കൊറേ അമ്മമാര് വന്നിട്ട് പറയാം, അയ്യോ ഇതൊന്നും അറിയാൻ മേലെ പറഞ്ഞോണ്ടിരിക്കട്ടെ, പോട്ടെ.
അപ്പൊ വേറെ ഏതെങ്കിലും ഉണ്ടോ ഈ ഒരു? നീ പറ, നിനക്ക് എന്താണ് ഗൂസ്ബംസ്? എന്റേത് ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർലോങ് മാർച്ച്. ഓക്കെ. അർലോങ് മാർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആനിമയിലോട്ട് തുടങ്ങി കയറി അത് കഴിഞ്ഞിട്ട് ഈ ഒരു നാമിയുടെ ആ ഒരു മൊത്തം സീനുകൾ നമ്മളെല്ലാം കണ്ടിരിക്കുക. ആ സമയത്ത് നമ്മളെ ഏതാ നരസിംഹ സിനിമയിലൊക്കെ തരുന്നൊരു ഇൻട്രോ വരുന്നതാണ് കാണാം. വിച്ചൊരു ആ ഒരു സെറ്റപ്പിലാണ് സത്യം ജോണിയൊക്കെ എന്ന് പറയുന്നത്. ജോണിയും കൂടെ ആ ഒരു സീൻ കഴിഞ്ഞിട്ടാണ് ഓവർടേക്കൻ OST എപ്പോ കേട്ടാലും മറ്റേ രോമാഞ്ചം വരുന്നത്. ഫസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ദൂരെ നിന്ന് 4 ഷാഡോസ് ഇങ്ങനെ നടന്നു വരുന്നത് എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ആനിമേഷൻ കിടിൽ വരുന്നത്. ആ ഒരു 4 ഷാഡോസ് നടന്നു വരുന്നത് ഓൾഡ് സ്കൂൾ വിന്റേജ് ആനിമേഷൻ ഇങ്ങനെ അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ആ ഒരു ഓരോരുത്തരെയും കാണിക്കുന്നതും ആ OST ബാഗിൽ അടിക്കുന്നതും അത് കഴിഞ്ഞ് ആ ഒരു തിരിച്ച് കയറി വരുന്നു. ആ ഒരു ഷാട്ടർ ചെയ്യുന്നു. ആ ഒരു ആർലോങ്ങിന്റെ ഗേറ്റ് ഷാട്ടർ ചെയ്യുന്നു. ഏതാ ആർലോങ് അതിന്റെ ആ ഒരു സിറ്റുവേഷൻ അതിനകത്തുണ്ടല്ലോ ആർലോങ് സോറോനെ പിടിച്ചിട്ട് ഷർട്ട് കയറുമ്പോഴത്തേക്കും ഇപ്പം മനുഷ്യനല്ല തീർക്കണം. അത് കഴിഞ്ഞിട്ട് മാങ്കയിൽ നോക്കുവാണെങ്കിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതായത് വൈറ്റ് ബിയർഡിന്റെ ബാക്കിൽ സ്വസ്തിക ചിഹ്നം ഉണ്ട് മാങ്കയ്ക്കകത്ത്. ലോകം എന്ന് പറയുന്നത് അതാണ് ചിഹ്നത്തിലൊരു ആനിമയ്ക്കകത്ത് ആലബാസ്ത ആർക്കില് ഏസ് ഇങ്ങനെ കഴിച്ചോണ്ടിട്ട് ഉറങ്ങുമല്ല. ഉറങ്ങുമ്പോ അതിന്റെ ബാക്കിൽ അതിന്റെ സ്വാസ്തിക ചിഹ്നമാണ്. ഇതേ സെയിം സ്വാസ്തിക ആനിമയ്ക്കകത്ത് മീശ മാത്രമേ പോയിട്ടുള്ളൂ മറൈൻ ഫോർഡിനകത്ത്. അത്രയും പോകുന്നുണ്ട്. ഫോർ കിഡ്സിന് വേണ്ടി കുറെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴ ഫസ്റ്റിൽ നമ്മളെ നാമി വന്നിട്ട് നാമി ആദ്യം ഒരുത്തനെ വന്നിട്ട് മറ്റേ ബൗൾസിൽ ഒരുത്തരെ അടിക്കുന്ന ഒരു സീനുണ്ട്. ഒരു ഫസ്റ്റ് നാമിയെ കാണിക്കുന്നത്, നാമിയല്ലേ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലൂഫിക്ക് മുമ്പേ. അപ്പോഴാ ഒരു അല്ല വേറൊരുത്തന ഫസ്റ്റില് മറ്റേ ഇവളൊരു മറ്റേ ഒരു ഷിപ്പിലോട്ട് കയറി വരുമല്ലോ ഇവിടെ മറ്റേ അടിച്ചു പൈസ അടിച്ചോണ്ട് പോകാനായിട്ട്. അപ്പോഴത്തേക്ക് ഒരാൾ ഇങ്ങനെ കഥ തുറന്നു വരുന്ന സമയത്ത് അടിക്കുന്നുണ്ട്. അത് മാറ്റിയിട്ട് ഫോർ കിഡ്സിന് വേണ്ടി തലക്കടിക്കുന്നതാക്കി. തലക്കടിച്ചാൽ കുഴപ്പമില്ല കേട്ടോ, സേഫ് ആണല്ലോ. അങ്ങനെ ബോൾസിന് അടിക്കുന്നത് മാറ്റിയായിരുന്നു. അല്ല മാങ്കയില് വേറൊരു സീനുണ്ട് മറ്റേ സിറപ്പ് വില്ലേജ് ഇല്ലേ ഉസോപ്പിന്റെ. അതില് ജാങ്കോ മറ്റേ ഡിസ്കറിയല്ലോ, അത് ലൂഫി പിടിക്കുന്നതാണ് ആനിമയിലുള്ളത്. മാങ്കയില് തലയിൽ കൊള്ളും, തലയുടെ ബാക്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കയറി അങ്ങനെയല്ല ബാക്കിൽ ഇങ്ങനെ ഒന്ന് തല കൊള്ളണം. സാഞ്ചി പോകാൻ പോണെന്ന് പറയുമ്പം ഇവന്മാര് കത്തിയാണ് കാണിക്കുന്നത്, അതില് തോക്കാണ് വയ്ക്കുന്നത്. ഇതൊന്നും അല്ല മെയിൻ, ഇതൊന്നും അല്ല. ഈ പറഞ്ഞ ബരാറ്റിയുടെ പുള്ളിക്കാരനല്ലേ റെഡ് ഷെഫ്, അവന്റെ കാല് പോണത് മുറിച്ച് കളയുന്നതല്ല, അതും കപ്പലിന്റെ ഇടയിൽ പെടുന്നതല്ല. കാനിമൽസ് ഒന്നുമില്ല, ഫുഡില്ലെങ്കിൽ അതൊക്കെല്ലോ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ അതൊന്ന്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മളെ ഒനിഗാഷിമാ റൈഡിലെ ലൂഫിയുടെ എൻട്രിയാണ്. That was the goosebump moments. Episode 10-50. ആ ഒരു ഫീൽ 10-15. അതും അതിന്റെ OSTയും അല്ല എനിക്കൊന്നുമല്ല കളർ ലൈറ്റിങ് റെഡ് ലൈറ്റിങ്ങിനകത്ത് ഇങ്ങനെ ഒനിഗാഷിമ മൊത്തം ഭയങ്കര കളർഫുൾ ആയിരുന്നു. മൊത്തം കളർഫുൾ ആയിരുന്നു. ഫുള്ള് മറ്റേ വിഷ്വൽ ഇമ്പാക്ട് ഫ്രെയിംസ് എല്ലാം ഇതിനകത്ത് മറ്റേ ഒരു ആദ്യം മറ്റേ ബുള്ളറ്റാന്ന് തോന്നുന്നു, ഗംഗം ഇതാന്ന് തോന്നുന്നു, പിസ്റ്റളാന്ന് തോന്നുന്നു, അടിച്ചിട്ട് ആ ഒരു കഥ തുറക്കുന്നു. എന്നിട്ട് ഇങ്ങനെ കേറി വരുന്നൊരു വിരക്കുണ്ടല്ലോ, ഇങ്ങനെ കാലിങ്ങനെ കാണിച്ചു അത് എന്നിട്ടാണ് മേടിച്ച് പൊട്ടിക്കുന്നത്. എന്നിട്ടാണ് നടന്നിങ്ങനെ പറന്നു പോവാതിരിക്കുന്നത് കൈ വെച്ചിട്ട് ഇങ്ങനെ കേറി വരുന്നു. ആദ്യം കാല ഇങ്ങനെ കാണിക്കുന്നത് കേറി വരുന്നൊരു വിരക്കുണ്ട്. ഫുൾ അടിപൊളിയായിരുന്നു. പിന്നെ വേറൊരു സീനുണ്ട്, ഇവര് ഒനിഗാഷിമ റെയ്ഡിന് പോകുന്നതിന് മുമ്പ് ലൂഫി അവരുടെ ആ ഒരു കോർട്ടില്ലേ, ഒരു ലൂഫി സോറോ എല്ലാരും വന്നിട്ട് ഇവര് തകർക്കുമ്പോ ഇവര് വരുമല്ലോ, ഈ അക്കാസായനായാലും സാമ്രായും കൂടെ വന്നിട്ട് ഇവൻ ചാർജ് ചെയ്യാൻ പോണതിന് മുമ്പ് പറയാനൊരു സീനുണ്ട്. അപ്പൊ ഇവര് വാളിങ്ങനെ തുറക്കുന്നതാണ്, നല്ല സൂപ്പർ ഇതാണ്. സോറോ അല്ല, കിയമോന് പറഞ്ഞ് ഓരോ സാമുറൈസ് തുടക്കും. എപ്പിസോഡ് 982
അതിൽ പറയുന്നുണ്ട്. അത് നല്ല വിഷ്വലി ആയിട്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. 10-15 ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടതിനകത്ത് വെച്ച് ഏറ്റവും വിഷ്വലി ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു വിഷ്വലി ഭയങ്കര കളർഫുൾ ആയിരുന്നു ആ ഒരു 10-15. ഇവര് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സോറ വേഴ്സസ് കിങ് ആണ് കുത്തിയിരുന്ന് ഇത്രയും കണ്ടത്, അല്ലെങ്കിൽ എനിക്ക് കാണേണ്ട ഒരു ആവശ്യമില്ല. സത്യസന്ധമായിട്ട് അല്ല പറയാം. 10-15 കാര്യം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളെ യാമത്തോയും കൂടി സംസാരിക്കത്തില്ലേ, ആ കളറിങ്ങാണ്. യാമത്തോടെ സൈഡ് മൊത്തം ബ്ലൂയിഷ് ആണ്, ഇവ ഇരിക്കുന്നത് മൊത്തം റെഡ് ആണ്. ആ ഒരു അതിന്റെ രണ്ടിന്റെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. എന്റെ പൊന്നെ, ആ കിഡിലോട്ടാ ചെയ്തു ചെയ്യുന്നുള്ളതാ. യാമത്തോ കിട്ടുന്ന ക്യാരക്ടറായിരുന്നു, കിടിലൻ ക്യാരക്ടറാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു. മിസ്ലീഡിങ് എസ്, പക്ഷേ വളരെ നൈസ് ക്യാരക്ടറാണ്. ഞാൻ പറയട്ടോ, എന്റെ മോനെന്ന് ഇവിടെ എന്ന് പറഞ്ഞപ്പോ നമ്മള് ചോമ്പോ ഇവനൊരു മോനാ നോക്കിയപ്പോ അടുത്ത സ്റ്റിക്കറിനുള്ള അതിലെ ഡു യുവർ തിങ്. അതാണ്. പിന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് പീക്ക് മൊമെന്റ് ഓഫ് ദ മൊമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംബിൾഡൗൺ അല്ലല്ലോ, അതിന് മുമ്പ് എനിയസ് ലോബിക്കകത്ത് ഇവരെല്ലാവരും നടന്നു വരുന്ന ഒരു സീനുണ്ട്, അറിയോ? ആദ്യം മാരിമോ ആദ്യം അവിടെ എത്തുന്നു, അത് കഴിഞ്ഞ് സാഞ്ചി അവിടെ സാഞ്ചി നിന്നിട്ട് പറയുന്നു ഞാനായിരിക്കും ആദ്യം എത്തിയെന്ന് പറയുന്നു. അപ്പഴത്തേക്ക് നോക്കുമ്പോ മാരിമോ എന്നിട്ട് എവിടെയെങ്കിലും ലോസ്റ്റ് ആയി പോയോന്നു. ഈ വാക്കൊക്കെ ഇവിടുന്ന് പഠിച്ചു. അതിന്റെ ബാക്ക്ഗ്രൗണ്ടില് എന്നിട്ട് ഇവരെല്ലാം നടന്നിങ്ങനെ വരുന്നൊരു വിരക്കുണ്ട്. നടന്നിട്ട് ആ ഓരോ ബിൽഡിങ്ങിന്റെ ഓരോ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കേറി നിൽക്കുന്ന ഒരു സീന്, അവർ സൈഡ് എന്നിട്ട് ഇവര് ചോപ്പറൊക്കെ ഇങ്ങനെ പറയണ്ടല്ല അതേ പറഞ്ഞപ്പോഴാണ് സോഗെ കിങ് ദൂരെന്ന് അവരുടെ ആ ഫ്ലാഗ് അവിടെ നിന്നോണ്ട് സ്നൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൈ വെക്കിക്കുന്ന സീനുണ്ട്. ഓ, അത് അങ്ങനെ ഒരു സ്റ്റില്ലെടുത്ത് വേണ്ടി സാധനം പാനിൽ എന്ത് വിഷയം കാണാൻ തലയുടെ ബാക്കിൽ അടുത്ത പോസ്റ്റർ ഐഡിയ അത് പറ്റുമെങ്കിൽ ചെയ്തു തീം സോങ് നിനക്ക് വേണ്ടി സോഗെ കിങ് ഫാൻസ്. അതെ, സോഗെ കിങ് ഫാൻസ് കമന്റ് ചെയ്യാം. സോഗെ കിങ്സിന്റെ തീം സോങ് ലെവൽ സാധന. അതല്ല, ഓട്ടോഗ്രാഫി ചോദിക്കുമ്പോ ബാക്കിൽ നിന്നിട്ട് സോഗെ കിങ് ഗോട്ട് ആൻ അതർ ഫ്ലെക്സ് ആക്ച്വലി. കാരണം എന്ന് പറഞ്ഞാൽ ആ ട്രെയിനകത്ത് വെച്ചിട്ടേ സോഗെ കിങ്ങിനെ ഇവള് മറക്കുന്നറിയോ റോബിൻ ആരും കാണാതെ എങ്ങനെ. അപ്പോ മൂക്കോത്ര നീട്ടിക്ക് ഇടയിൽ കൂടി. എന്റെ ദൈവമേ, അങ്ങനെ അവരാദേശ് കുമാർ അതേപോലെ ഒളിപ്പിക്കപ്പെട്ടവരുന്നല്ലോ മല്ലയ്യ, എന്ത് ചെയ്യാൻ. ഇതാണ് എന്റെ ഒരു ടോപ്പ് മൊമെന്റ്സ്. സത്യമായിരിക്കാൻ പറ്റാത്ത ഒരു സീനുണ്ട്, സെയിന്റ് ചാർലോസിനെ ലൂഫി ഇടിക്കുന്നു. ആർക്കും അവന് കൊള്ളിക്കേണ്ടുള്ളായിരുന്നു സത്യം പറയല്ലോ. ആ നിമിഷം ഉണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, 100% സാറ്റിസ്ഫാക്ഷൻ. പിന്നെ കാഞ്ചൂറോയുടെ ബിട്രയല്, ഞാനും അതും സത്യമായ വിട്ടുപോയി കാര്യമാണ് കേട്ടോ. അതും ഉറപ്പായിട്ടുണ്ട്. അവിടെ ഒരു മോൾ ഉണ്ടെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അറിയുന്നുണ്ട്. പക്ഷെ കാഞ്ചൂർ ആ കമ്മിറ്റ്മെന്റ് എങ്ങനെ ഡൗട്ട് അടിക്കും മനസ്സിലാക്കൂ. ഇല്ല, ഇവർക്ക് വേണ്ടി അവന്റെ വരപ്പ് അവന്റെ അഭിനയം കാണുമായിരുന്നു. അവന്റെ വരപ്പൊക്കെ ആദ്യം തോന്നി കണക്ക് വരച്ചിട്ട് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് മാരക വരപ്പ്, ഹൈപ്പർ റിയലിസം ഒക്കെ പോലെ വരച്ചു തുടങ്ങി. ഇനോവിൻ താക്കേയുക്കോനെ പോലെ ആയി അവസാനം. കരുണ കഴിവാണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ പലതും നടന്നേനെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഡ്രോയിങ്ങിന് പോകുന്ന എനിക്ക് ബ്രഷ് ആർക്കാ കൊടുക്കുന്നതെന്ന് മനസ്സിലായില്ല. അനിയനെ വരയ്ക്കാൻ പഠിപ്പിച്ചാലും കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാബോയുടെ സർവൈവൽ ചാൻസ് ആണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാബോ സർവൈവൽ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏസിനെ പോലെ തന്നെ സാബോയും നോട്ട് ദാറ്റ് സ്റ്റൂപ്പിഡ്.
അത്രയും മണ്ടനല്ല. ഒന്നും ഉള്ള കാര്യം പറയാലോ, ആ ചെറുക്കനെ എന്റെ കൈ ഏസിനേക്കാളും നല്ല പവർഫുൾ. എയ്സിനേക്കാളും കുറെ ടാക്ടിക്കലാണ്, ഇന്റലിജന്റ് ആണ്. വളരെ പവർഫുൾ ആണ്. കാരണം എയ്സിന് വൈറ്റ് ബിയറിന്റെ ക്രൂവിൽ നിന്നിട്ട് ട്രെയിൻ ചെയ്യായിരുന്നു. പക്ഷെ അവന്റെ കഴിവുകേട്. യെസ്, ട്രെയിൻ ചെയ്തില്ല. അങ്ങനെ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ എയ്സ് ഫാൻസ് അവന്റെ അഡ്രസ് ഒക്കെ അയച്ചു. അല്ല, അത് പറയുന്ന കാര്യമുണ്ട് എന്ന് വെച്ചാൽ റെവല്യൂഷണറി ആർമിയുടെ സെക്കൻഡ് ഇൻ സ്റ്റാഫും അതുപോലെ തന്നെ വൈറ്റ് ബിയർഡിന്റെ സെക്കൻഡ് ഡിവിഷൻ കമാൻഡറും അതിന് സത്യം നെപ്പോട്ടിസം കൊണ്ട് കൊടുത്തുണ്ടോ തോന്നുന്നു ഈ പറഞ്ഞ സെക്കൻഡ് ഇൻ സ്റ്റാഫ് ഒക്കെ. കാരണം ഈ അവന്റെ ഒക്കെ പവറും ഒക്കെ ആണെങ്കിൽ ആരാ നമ്മുടെ അതിന് സാബോ അല്ല ഞാൻ പറഞ്ഞത് എയ്സിന്റെ കാര്യം. സെക്കൻഡ് ഡിവിഷൻ കമാൻഡർ അതിന് കുഴപ്പം. ആ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവന്മാരെ കണ്ടോ, മറ്റേ ഡയമണ്ട് ഒരുത്തനുണ്ടല്ലോ, ജോസു, മാർക്കോ ദ ഫീനിക്സ് എല്ലാം ഫസ്റ്റ് മേറ്റ് ആണ്. പിന്നെ എല്ലാവരും മച്ച ബന്ധത്തിൽ എല്ലാവർക്കും ഒരു സ്നേഹത്തിന്റെ പുറത്താണ്, മനസ്സിലായി. കഴിവുള്ളതൊന്നുമല്ല, ബാക്കി എന്നെ പോടാ ചെറുക്കാന്ന് പറഞ്ഞ ചെറുക്കനാണ്. അല്ല അവന് ഇപ്പം ഹാക്കി എന്റെ കയ്യിരുന്ന് നേരത്തെ തട്ടിപ്പോന്ന് അറിയാന്നുള്ളതാണ് എനിക്ക് ഒരു കാണിച്ചത്. സെക്കൻഡ് ഡിവിഷൻ കമാൻഡ് ആയിട്ടിരുന്നോ, എൻജോയ്. ഇന്നല്ലെങ്കിൽ നാളെ നീ തീരും. പക്ഷെ അവന് വേണമെങ്കിൽ ഹാക്കി എക്സ്പേർട്ട് ആവായിരുന്നു. ഹാക്കി കാരണം വേൾഡ് സ്ട്രോങ്സ്റ്റ് മാനിന്റെ കമാൻഡർ, പൈററ്റ് കിങ്ങിന്റെ മകൻ, ഷാങ്സിന്റെ പ്രിയപ്പെട്ട ക്യാപ്റ്റന്റെ മകൻ, എല്ലാ ഓപ്ഷൻസും മുമ്പേ കിടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നുണ്ടോ ഈ ഷാങ്സ് ഈ പറഞ്ഞ ഡബിൾ ഫ്രൂട്ട് ഏതാ ഗോമു കൊണ്ട് കൊടുക്കാറുന്നത് ഏസിനാണെന്നുള്ളൊരു തിയറി ഉണ്ട്. അതിനോട് എനിക്ക് തോന്നുന്നത് ചിലപ്പം പറയുന്നത് കേട്ടിട്ടാണ് ലൂഫിക്ക് കുറച്ചുകൂടെ ഡിസർവിംഗ് ആയിട്ട് തോന്നിയെന്ന് തോന്നുന്നു. ഇവ ആക്സിഡന്റ് കഴിച്ചാട്ടല്ലേ കാണിക്കുന്നത്. ലൂഫി ആക്സിഡന്റ് കഴിച്ചല്ലേ. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ആക്സിഡന്റ്. കാരണം ഇത് പ്ലോട്ട് ചെയ്തതാണ്. അതായത് ഈ കാരണം ആലോചിച്ച് നോക്ക്, ഫിഷിന്റെ മുമ്പേ കൈ വെച്ച് കൊടുക്കും തോന്നുന്നുണ്ടോ ഷാങ്സ്? അതെന്താന്ന് എനിക്ക് സത്യം പറഞ്ഞ വലിയ പിടി. അത് വളരെ സ്പെക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ. നമുക്ക് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാം. കവി ഉദ്ദേശിച്ചത് അതല്ലെങ്കിലും നമുക്ക് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാം. ഇത് ഞാൻ കൊണ്ടുവന്ന തിയറി അല്ല, പലരും ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് ഏസിന് കൊടുക്കാൻ വേണ്ടിയാണ് ഷാങ്സ്, അതായത് അവന്റെ ക്യാപ്റ്റന്റെ മോന് കൊടുക്കാൻ വേണ്ടിയാണ്, എന്റെ മകനായിരിക്കും എന്ന് പറഞ്ഞ ഒരു ഇത് പറയുന്നുണ്ട്. അടുത്ത ഈ പറഞ്ഞ എപ്പിസോഡ് പറയുന്നുണ്ട്. അടുത്ത പ്രോഡിജി എന്നുള്ള. അപ്പോഴങ്ങനെ ഷാങ്സിന് ഏസിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണോ എന്നുള്ളൊരു ചോദ്യം. അല്ല, അത് കൊണ്ടുവരാന്ന് പറഞ്ഞാല് ഏസ് ചെറുതായിരിക്കുമ്പോഴേ മെറനോമി ഉണ്ടായിരുന്നല്ലോ. ഫ്ലെയിം ഫ്രൂട്ടിന്റെ കഴിവുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഒരു ഫ്രൂട്ട് കൊടുത്താൽ അവൻ ചത്തുപോത്തല്ലേ ഉള്ളൂ. പോയതിന് ശേഷമാണ് അവൻ ലൂഫിയൊക്കെ വിട്ടു പോയി കമാൻഡറിന്റെ കൂടെ നിൽക്കുന്ന സമയത്താണ് അവൻ ഈ ഫ്രൂട്ട് കഴിക്കുന്നത്. പൈലറ്റ് ആയിട്ട് കടലിൽ പോകും. ലൂഫി സാബോയായിട്ട് നിൽക്കുന്ന സമയത്ത് അവൻ ഇതില്ല, ലെവൽ ഫ്രൂട്ട് ഇല്ല. ലെവൽ ഫ്രൂട്ട് അവന് കിട്ടുന്നത് ഇവന്റെ കമാൻഡറിൽ ആയിട്ട് ചേർന്നതിന് ശേഷമാണ്. അല്ല, അതിന് മുമ്പാണ് കിട്ടുന്നത്. സ്വന്തമായിട്ട് അവന് ഒരു ക്രൂ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വൈറ്റ് ബിയർഡിന്റെ ക്രൂവിലോട്ട് ശരിയാണ്. അവര് മറ്റേ പിടിച്ചോറിയൊക്കെ നടക്കുന്ന സമയത്തല്ലേ വൈറ്റ് ബിയർഡ് കാണുന്നത്. അങ്ങനെ വൈറ്റ് ബിയർഡ് അടി നടക്കുന്നു. വൈറ്റ് ബിയർഡിന് കിട്ടുന്നതിന് മുമ്പേ അവന് ഫ്രെയിം ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ആ മറ്റേ പൈററ്റിന്റെ ഗ്രൂപ്പിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഇതാണെങ്കിൽ വിശന്നിരുന്നപ്പോ ഏതൊരു ബാറിൽ നടന്നപ്പോ ഒരു ഫ്രൂട്ട് ഇരിക്കണുണ്ട്, അതെടുത്ത് തിന്ന് അങ്ങനെയാണ് പവർ കിട്ടിയത്. അത് ഞാൻ വായിച്ചത്. നല്ല ഫ്രൂട്ടാണ്, പക്ഷെ ഉപയോഗിക്കാറുണ്ടോ ഇപ്പൊ എന്ത് അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഈ കൂട്ടത്തിൽ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ഫ്രൂട്ട് ഏതെങ്കിലും തോന്നിയിട്ടുണ്ടോ? റസ്റ്റ് ഫ്രൂട്ട് ഭയങ്കര ശ്രദ്ധിക്കാതെ പോയ സാധനമാണ്. ഞാൻ ഒരു സാധനമായിരുന്നു. അണ്ടർറേറ്റഡ് ആണ്. ഒരു കാര്യമില്ലാത്ത ഒരു കഥാപാത്രത്തിന് അത് കിട്ടിയത്. സത്യം. വരുന്നു, സോറോന്റെ 2 വാള് കളയുന്നു. അവിടെ ഒന്നല്ല 2 കളയുന്നു. മെയിൻ വാള് 2 മേടിക്കാനല്ലേ പോകുന്നത്? അല്ല, അത് മിഹോക്കിന്റെ ഫൈറ്റിലാണ് 2 പോണം. എന്റെ കയ്യിൽ 1 പോകത്തുള്ളൂ. എന്നിട്ട് അതിന് ഒരാൾ ഷൂസൂയി കിട്ടുന്നു. പിന്നെ നമ്മള് മറ്റേ അണ്ടർറേറ്റഡ് ആണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. മാജോറിന്റെ ഫ്രൂട്ട് ഷൂസൂയി കിട്ടുന്നത് അത് ബ്രോക്കൺ ഫ്രൂട്ട് ആണത്.
ബ്രോക്കൺ ആണ് അപ്പൊ അതിന്റെ ആൾക്കാർ ഡബിൾ പവർ. ശ്രദ്ധിക്കാത്ത സാധനമാണ് ഏത് പോയിസൺ ഫ്രൂട്ട്. ആ അത് അത് ലോകിയാണോ അത് അല്ല പാരമീസിയ പാരമീസിയ ഐ തിങ്ക് പാരമീസിയ. ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അല്ല ലൂഫി എനിക്ക് പറഞ്ഞു കേട്ടോ മറ്റേ നമ്മൾ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ അലബാസ്റ്റയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഇവര് മറ്റേ ഒരിടത്ത് ഒരു ഡ്രങ്ക് ആയിട്ട് കിടക്കുന്ന അറിയോ രാത്രി, വിസ്കി പീക്കിനകത്ത് അവിടെ വെച്ചിട്ട് ഒരാൾ വരും മറ്റേ ബോംബം ഫ്രൂട്ട് ബൂഗറൊക്കെ എടുത്തെറിഞ്ഞിട്ട് ബോംബ് പൊട്ടിക്കുന്ന ഒരുത്തൻ. അത് വേറെ കഴിവുള്ള ഒരുത്തന്റെ നമ്പർ 3 വാക്സാ. വെനസ്ഡേയുടെ കൂടെ ആയിട്ട് നിൽക്കുന്ന മിസ് വെനസ്ഡേ മറ്റേ ഒരുത്തി ഉണ്ടല്ലോ വെയിറ്റ് ഫ്രൂട്ട് ഉള്ള ഒരുത്തി, അവളുടെ കൂടെ ഉള്ളതാണ്. ഇങ്ങനെ ആഫ്രോ ആണ് അവൻ, മൂക്ക് തൊണ്ടിട്ട് അല്ല വന്ന് ഇവളുടെ അടുത്തോട്ട്, അയ്യോ വിവിയുടെ അടുത്തോട്ടാണ് എറിയണത്. സോറോ സ്റ്റൈലും കാണിച്ചോണ്ട് വന്ന് പെട്ടു. അയ്യേ ഞാൻ ഇത് വെട്ടി വെട്ടിയത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. പക്ഷെ അയാൾക്ക് അത് യൂസ് ചെയ്യാൻ അറിയത്തില്ല ആ സാധനം. അത് അവേക്കനായുള്ള അവസ്ഥ എന്ന് വെച്ചാൽ വിഷയം. കാരണം പറഞ്ഞാൽ അവന് ഇഷ്ടമുള്ള സ്ഥലത്ത് അവന് ബോംബ് പൊട്ടിക്കും. ഡെവിൾ ഫ്രൂട്ട് അല്ല, പക്ഷെ മറ്റേ ആരും സംസാരിക്കാത്ത ഒരു കഥാപാത്രം ക്യാവൻഡിഷ്. എന്തോ മറ്റേ പേഴ്സണാലിറ്റിയുടെ പേര് ഹക്കുബ. അവൻ ഇപ്പൊ ആരാന്നറിയാവോ? അവൻ ലൂഫിയുടെ ഗ്രാൻഡ് ഫ്ലീറ്റിനകത്തുള്ള ഒരു ക്യാപ്റ്റന്. ലൂഫിക്ക് പോലും അറിയത്തില്ല ഗ്രാൻഡ് ഫ്ലീറ്റിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അവസാനം കൺട്രോൾ ചെയ്യും മറ്റേ റോബിനെ വെട്ടാതിരിക്കാൻ. ബാരിയർ ഫുഡ് എടുത്ത് മറ്റേ ബാർത്തലോമി വെക്കുമ്പോ മേളിലെ ഗ്യാപ്പാണ് കയറി വെട്ടാന്ന് പറഞ്ഞിട്ട് മേളിൽ ചെല്ലുന്നുണ്ട്. അത് പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പറഞ്ഞ ബാർത്തലോമിയുടെ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ്മാൻ ആണ് ഇത് കിട്ടുന്നതെങ്കിൽ അവന് ഡിഫൻസ്, അവന്റെ മാക്സിമം ഡിഫൻസിലാവും ഫൈറ്റ് ചെയ്യുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവന്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവന് ഡിഫൻസില്. മൈക്ക് വെട്ടുന്നത് നീ എന്തുവേണോ ചെയ്ത മൈക്ക് തൊട്ട് കളിക്കരുത്. സാബോയുടെ സർവൈവൽ ചാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഹാക്കി അല്ല എനിക്ക് തോന്നുന്നത്, പിന്നെ മറ്റേ അതുണ്ടല്ലോ ഉദ്ദേശിക്കുന്നത് ഡ്രാഗൺ ക്ലോ, ആ ഒരു സാധനം. അത് വേറെ അടിപൊളിയല്ല. ഇത് വേറെ എനിക്ക് ഉദ്ദേശിക്കുന്ന ഈ ക്വസ്റ്റ്യൻ മറ്റേ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ലുലൂസിയയിലെ ആ സീൻ കണ്ടിട്ട് സീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ. ചിലപ്പം ഇത് വായിച്ചിട്ടുള്ള ആളായിരിക്കത്തില്ല, ആയിരിക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഈ പറയുന്നുണ്ട് സാബോയ്ക്കും ഇതുപോലൊരു ഡിമൈസ് 100% സർവൈവൽ ചാൻസ് ആണ്. അല്ല ഡിമൈസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ഇത് കടന്നു കറങ്ങുന്നുണ്ട്. ഞാൻ അറിയാല്ല 98 പറയുള്ളൂ. കാരണം ഓടെ അവസാനം അത്ര വൃത്തിയായിരിക്കത്തില്ല, വെടിപ്പായിരിക്കത്തില്ല എന്നും പറഞ്ഞ ഇടയ്ക്ക് ഒരു പോസ്റ്റ് പോയിട്ടായിരുന്നു കണ്ടായിരുന്നത്. അവസാനം അത്ര വെടിപ്പായിരിക്കും. നിങ്ങൾ ഏസ് കരച്ചപ്പോ ഇത്രയും കരഞ്ഞില്ലേ, നിങ്ങൾ ഫൈനലി ഇതിൽ കൂടുതൽ കരയ്ക്കൂന്ന്. സൈക്കോ. നെക്സ്റ്റ് ന്യൂ ജെൻ മിസ്സസ് ഓൾഡ് ജെൻ പൈറേറ്റ്സ്, പവർഫുൾ പൈറേറ്റ്സ് ആൻഡ് മറീൻസ്. പുതിയ ജനറേഷനും ഓൾഡ് ജനറേഷനും പൈറേറ്റ്സും മറീൻസും. ഓൾഡ് ജെൻ ആരാണ് പവർഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഓൾഡ് ജെൻ വാസ് റൂത്ത്ലെസ്. ജസ്റ്റ് ലൈക്ക് ഓർ ഗോട്ടെ. ഓൾഡ് ജെൻ വാസ് റൂത്ത്ലെസ്. ഗോട്ടെ പോലെ പ്രിൻസിപ്പിൾസ് ഇല്ലല്ലോ അവർക്ക്, മേലും കീഴ് നോക്കാനില്ലല്ലോ. പ്രിൻസിപ്പിൾസ് അല്ല അവർക്ക് ഉണ്ടായിരുന്നു പ്രിൻസിപ്പിൾസ്, പക്ഷെ അവര് കുറച്ച് പ്രയോറിറ്റീസ് വ്യത്യാസമായിരുന്നു. അല്ല അതിനകത്തുള്ള ഒരൊറ്റ ക്രൂവിനെ എടുത്ത് നോക്കിയാൽ മതി. റോക്ക് പൈററ്റിനെ മാത്രം എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് എന്ത് ഗ്രൂപ്പ് അതിനകത്തുള്ള പ്രൈം ബിഗ് മോം, പ്രൈം വൈറ്റ് ബിയർഡ്, ബിഫോർ ദ ക്യാൻസർ. എനിക്ക് തോന്നുന്നത് ഈ റോജറിനും വൈറ്റ് ബിയർഡിനും ഒക്കെ ഈ അസുഖം വരുമല്ലോ, അത് ഈ ഇമ്മൂന് എന്തെങ്കിലും അതിനകത്ത് ഇമ്മു ആയിരിക്കില്ല. മറ്റേ എന്തോന്നാ സ്ഥലത്തിന്റെ പേര്, ഗോൾഡ് വാലി ഇല്ലേ, അവിടെ വെച്ചുള്ള ഫൈറ്റ് വെച്ചായിരിക്കാം. അങ്ങനാണെങ്കിൽ ഗോഡ് വാലിയിൽ ഉണ്ടായിരുന്ന ഇവന് ഇല്ലല്ലോ, ഗാർപ്പിന് നമ്മൾ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് വാലിയിലെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2vs1 ഫൈറ്റ് കണക്ക് ഒരു നടന്നൊരു പരിപാടി. പക്ഷെ ഇപ്പൊ അതല്ലെന്ന് മനസ്സിലായി. ഇപ്പൊ അതൊരു കലാപഭൂമിയായിരുന്നു സത്യം ഗോഡ് വാലി എന്ന് പറയുന്നത്. ഇൻസിഡന്റിന്റെ സാധനം വേണമായിരുന്നില്ലേ? അത് അവന്മാർ ഒരു സിനിമ ആയിട്ടല്ലോ ഇറക്കണം, അല്ല വെറുതെ ഇങ്ങനെ പ്രോപ്പറായിട്ട് ചിലപ്പോൾ വരച്ച് വയ്ക്കുമായിരിക്കും. നമുക്ക് ആലോചിക്കാം. തോയല്ലേ എക്സ്ട്രാ കേറ്റും മാക്സിമം. ഗാർപ്പ്, ബോഗാർഡ്, പിന്നെ ആരൊക്കെ
റോജർ, റെയ്ലി, ഗബാൻ. ഗബാനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ഗബാന് ലോഡ് സ്റ്റാറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിനകത്തുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനകത്തുള്ള റോജറിന്റെ ക്രൂരത്തുള്ള മെമ്പർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർ പുള്ളിക്കാരൻ വന്നിട്ട് മറ്റേ ഫസ്റ്റ് വന്നിരുന്നിട്ട് ട്വിൻ കേപ്പ് മൗണ്ടൻസിൽ ലബുന്റെ കൂടെ ലബുന്റെ അകത്തുള്ള ഒരു അപ്പനുണ്ടല്ലോ, മറ്റേ ഇവർക്ക് ആദ്യം ലോക്ക് പോസ് ആദ്യം നാമിക്ക് കൊടുക്കുന്ന അയാളാ പത്രം വായിച്ചോണ്ടിരിക്കുന്നത് മറ്റേ കോമഡി അത് ക്ലീശേ അങ്ങേയറ്റമായിരുന്നത്. അടിയുണ്ടാക്കിയത് ആരെങ്കിലും ശരി ക്ലീശേ ബ്രേക്കിങ്ങിന്റെ അങ്ങേയറ്റം നമ്മൾ പ്രതീക്ഷിക്കത്ത പോലും അയാൾ അടുത്ത് തിരിച്ചു. അപ്പൂപ്പന്റെ പേരെന്താ? ഒരാളുടെ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മര്യാദ. ഞാൻ ഇന്നാള് ഇത്ര വയസ്സായി, എന്റെ നക്ഷത്രം പോലും കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ ഭ്രാന്തനായിരുന്നു. ആ സോറാ സമയത്ത് വെട്ടാൻ പോകുന്നുണ്ട്, ഇങ്ങനെ ഒഴിച്ചോണ്ട് നിൽക്കുന്നത് ഇപ്പൊ അന്നേരം സാഞ്ചി വന്നിട്ട് വെണ്ടളിയാണോ ആദ്യം സാഞ്ചിന്റെ ഒരു വട്ടം ക്യാരക്ടർ അത് ക്രോക്കസ് കീഴില്. ഗബാൻ ഓടം വന്നപ്പോ അവന്റെ ഇത് കൊണ്ടങ്ങ് താന്നുപോയി. പക്ഷെ ഗബാൻ ഇനി റീസർഫേസ് ചെയ്യും എന്നും പറഞ്ഞോണ്ട് അതണക്ക് തന്നെ മറ്റേ മറ്റേ കാലില്ലാത്ത മറ്റേ ഷിക്കി അല്ലേ, ഗോൾഡ് ലൈൻ ഷിക്കി റോക്സിന്റെ വിഷയമായിരുന്നു. മറ്റേ അയാളെ പവർ മറ്റേ ബ്രോക്കൺ ആണ് പറക്കാൻ ഉള്ള. അത് റോജർ മറ്റേ ഒറ്റ വൈപ്പിനൊക്കെയാ തീർക്കുന്നത് ഷിക്കിയുടെ ഫുൾ ഗ്യാങ്ങിനെ. എന്നിട്ട് മറ്റേ ഇതില്ലേ ഷിപ്പ് വരട്ടി ചെയ്യുന്ന സാധനം ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇങ്ങനെ നെറ്റിയെ കുത്തിയിരിക്കും. എന്നിട്ട് ഷിക്കിയുടെ ഒരു സീനുണ്ട്, ഈ റോജറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകാന്ന് പറയുമ്പോഴത്തേക്കും സെങ്കോക്കുവിനെയും ഗാർപ്പിനെയും ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ മരിക്കേണ്ടത് എന്റെ കൈ കൊണ്ടാണ്, അല്ലാണ്ട് മറ്റേ ഇങ്ങനെ ഗവൺമെന്റിന്റെ കൈ കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞോണ്ടൊരു സീൻ ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയാത്തൊരു കാര്യമുണ്ട്, അതിനിപ്പോ ഒരു പ്ലോട്ട് ഹോളാണോ അത് ഈ മങ്കാക്ക തന്നെ വിട്ടുപോയ കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവരെന്തുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഈ എൽഡേഴ്സ് എന്തുകൊണ്ട് 5 എൽഡേഴ്സ് എന്തുകൊണ്ട് റോജറിനെ കൺഫ്രണ്ട് ചെയ്തില്ല? ഈ പറഞ്ഞ ലോഡ് സ്റ്റാർ ആണ്, ഗോഡ് വാലിയർ അല്ല, ലാഫ്റ്റേല് കണ്ടുപിടിക്കാൻ പോയ സമയത്ത് വൈ പ്രയോറിറ്റീസ് വ്യത്യാസമായിരിക്കും. അവൻ അത്ര ഇതല്ലായിരുന്നല്ലോ. ആരാ അവൻ ഗോഡ് വാലി ഇൻസിഡന്റിലുള്ള ആ ഒരു റോജർ ഉള്ളൂ. റോജർ ഈ പറയുന്ന 2 വർഷം വീണ്ടും മൈനർ ടെക്നിക്കൽ ഇൻകൺവീനിയൻസ്. സോ വാട്ട് വി സെയിങ്, എന്തായിരുന്നു റോജറിനെ കൺഫ്രണ്ട് ചെയ്തില്ല. എന്തുകൊണ്ട് മറന്നതായിരിക്കും അവിടെ വിട്ടാളാ പോട്ടെ. അല്ല എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. കാരണം പ്ലോട്ട് ഹോൾ ആയിരിക്കണം പ്രോബബ്ലി. പക്ഷെ ഇതുവരെ എനിക്ക് വൺ പീസ് അങ്ങനെ ഒരു പ്ലോട്ട് ഹോള് നമ്മള് മൈൻഡ് ആക്കിയിട്ടില്ല. നമുക്ക് പ്ലോട്ട് ഹോൾ ഇല്ല. പക്ഷെ ഇതൊരു പ്ലോട്ട് ഹോൾ അല്ലേ തോന്നി. കാരണം വൈ ഇമു ഓർ ദ ഗൊറോസ ഡിഡ്ന്റ് കൺഫ്രണ്ട്. ഒരു ചോദ്യം കൂടെ ഉണ്ട്, ലൈക്ക് വൈ ഈസ് ദ വേൾഡ് ഗവൺമെന്റ് നോട്ട് ഗോയിങ് ബിഹൈൻഡ് സിൽവർ സ്ട്രീല്? കാര്യം പുള്ളി പരിപാടിയൊക്കെ അല്ല അതുള്ള കാര്യം. ഇവര് പുറത്ത് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന രഹസ്യം പൂർണ്ണമായിട്ടും പഠിച്ചതും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ, 2 ആൾക്കാർ. ഒന്ന് റോബിന്റെ തലയില് വലിയൊരു ബൗണ്ടി ഉണ്ട്, സിൽവർ സ്ട്രൈലിയുടെ തലയിൽ ബൗണ്ടി ഉണ്ടെങ്കിലും ചെല്ലാൻ പറ്റത്തില്ല. അത് വേറൊരു കാര്യം കാരണം അയാളെ ഒരുത്തനെ തീർക്കണമെങ്കിൽ ഒരു 10-500 മറീൻസിനെങ്കിലും ഗാർപ്പ് പറയുന്നുണ്ടല്ലോ 2 ലെജൻസിനെ 10-40 വർഷത്തിന്റെ അപ്പുറം കാണിക്കുകയാണെങ്കിൽ സോറോ ഇത് കണക്കായിരിക്കും, ഇതിന്റെ അപ്പുറമായിരിക്കും. മറ്റേ മറൈൻ ഫോർട്ടില് വാർ കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് ഏസിന് റെസ്പെക്ട് കൊടുക്കാൻ വരുമ്പോ ഒരു ചെറിയ പെബിൾ ഉപയോഗിച്ച് ഇത് പൊട്ടിക്കണ ഇങ്ങനെ സിൽവർ സ്ട്രൈല് കാണിക്കും. പുള്ളി മറ്റേ ഗോലി അടിച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ വേറൊരു സാധനമാണ് മറ്റേ ഇതാണൊക്കെ ഫ്ലെക്സ് ചെയ്തതാണ് മറ്റേ ഇവന്റെ ഗാർപ്പിന്റെ എറിയുന്നത്. എന്റെ കൊച്ചുമോനായിട്ട് എനിക്കൊരു 10 മിനിറ്റ് അത് ലൂഫി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും കണ്ട് ഇത്രയും പേടിച്ചിട്ടില്ല. ലൂഫി പറഞ്ഞു എന്നെ കൊന്നാലും കുഴപ്പമില്ല, ആരും അനങ്ങരുത്, ആരും അനങ്ങരുത്. നോക്കുമ്പോഴത്തേക്ക് ആ 2 പേരുടെ സ്വഭാവം ഒരേ മൂക്കി വരച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയുമ്പോ കിടന്നിറങ്ങും. ചിന്തിക്കുന്ന സമയത്താണ് കാണുള്ള 2 പേരെ.
അതൊരു മീമി പറയുന്നുണ്ടല്ലോ, കെൻ യു എക്സ്പ്ലെയിൻ വൺ പീസ് ഇൻ വൺ സെന്റൻസ്? ഗാർബിച്ചർ ഫാമിലി ഒക്കെ ആയിരുന്നു. അടുത്ത question. സോ ഗാർപ്പ് അതിനകത്ത് വൺ ഓഫ് ദ ക്യാരക്ടറാണ് പഴയ ഇതിനകത്ത് ജനറേഷനുള്ള. അത് അങ്ങനെ നോക്കുവാണെങ്കിൽ വലിയ കാര്യമായിട്ട് ആരും സംസാരിക്കാത്ത ഒരു കഥാപാത്രം സെങ്കോക്കു. കാര്യം റോജർ പോലും ആ ഡബിൾ ഫ്രൂട്ടിനെ കുറിച്ചും വലിയ കാര്യമായിട്ട് നമുക്ക് ഒരു അവേക്കൻഡ് ഫോം നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അതിന്റെ ഹൈബ്രിഡ് ഫോം നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ വ്യക്തമായ പവർ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. എത്തിക്കില്ല. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗാർപ്പിനോളം ഈക്വൽ ടു ഗാർപ്പാണ് ഈവൻ റോജർ പോലും സെങ്കോക്കുവിനെ കാണുന്നത്. അപ്പം ആ കഥാപാത്രത്തെ കുറിച്ചും ഒന്നും പറയാം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഓൾജൻ മറീൻസ് ആർ വെരി റൂത്ത്ലെസ്. ഇയാള് റൂത്ത്ലെസ് അല്ല, ഇയാള് കുറച്ചുകൂടി ചെറിയൊരു പാസിഫിസ്റ്റ് ആയിരുന്നു. ഇതിന് മുമ്പത്തെ ഇത് അഡ്മിറൽ ഫ്ലീറ്റ് അഡ്മിറലിലുള്ള ഫ്ലീറ്റ് അഡ്മിറൽ ഇപ്പം എന്തോന്ന് വൈസ് ചീഫാ ഇപ്പൊ അങ്ങനെ കണ്ടാണ് അയാള് ഇപ്പം കമാൻഡർ ഇൻ ചീഫ് ആയിട്ടാണ്ടിരിക്കുകയാണ്. പക്ഷെ ഗൊറോസയുടെ തൊട്ട് താഴത്തെ പദവിയാണ് ആൾക്ക്. അതായത് ജാഗ്വാർ ഡി സോൾ ഇതിന് മുമ്പത്തെ ജാഗ്വാർ ഡി സോൾ അഡ്മിറൽ ആയിരുന്നു. അഡ്മിറൽസിൽ ഒരാളായിരുന്നു. ഫ്ലീറ്റ് അല്ല, വൈസ് അഡ്മിറൽ. അയാള് lot of people that are not discussed enough. ജാഗ്വാർ ഡി സോള് അത് മറ്റേ സഫയർ ഉണ്ടല്ലോ വൺ പീസ് ഗാർപ്പിന്റെ ഗോവാ കിങ്ഡത്തിന്ന് മറ്റേ ചെറുക്കൻ വന്നിട്ട് ഞാൻ നിങ്ങളുടെ രാജാവ്, അതിന് ഞാനിപ്പോ എന്ത് വേണം? അത് പ്രാന്തവന്. എടാ ഞാൻ നിന്റെ രാജാവിന് അതിന് ഞാൻ എന്ത് വേണം? എനിക്ക് മറ്റേ സെലസ്റ്റിയൽ ഡ്രാഗൺ ആ വൃത്തിയേട്ടന്മാരെ പോലെ ആണ്. അയ്യോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. സാബോടെ അഡോപ്റ്റഡ് ബ്രദറാണ്. അഡോപ്റ്റഡ് ബ്രദറാണ് പുള്ളിക്കാരൻ. അവനെ അന്നേ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, കാരണം സാബുമായിട്ട് തലക്കിട്ട് ഒരു അടി എടുത്തിട്ട് ഗാർപ്പ് അത് കൊടുത്തിട്ട് പോകുന്നു. വല്ല ചെയ്യാൻ പറയുമ്പോ ചെയ്യാൻ പാടില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊന്നും ഞാൻ പബ്ലിക്ക് പറയാൻ പാടില്ല. അതേടക്കല്ലേ പറഞ്ഞു പറഞ്ഞ ഡ്രാഗന്റെ മോനാന്ന് പറയുമ്പോഴത്തേക്കും ആരും ആരും പബ്ലിക് എടുത്ത് പറയില്ല കേട്ടോ. എല്ലാം അത് ഇവാങ്കോവിന്റെ അടുത്തല്ലേ ഷിപ്പിൽ വെച്ച്. അപ്പം ഡ്രാഗൺ ഇവാങ്കോ ഇങ്ങനെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുക, എന്റെ അച്ഛൻ ഡ്രാഗൺ ആണെന്ന് പറയൂ. അല്ല അപ്പം ഏസിനെ കൊല്ലാൻ പോകുന്നതുകൊണ്ട് ഡ്രാഗണും വരുമായിരിക്കില്ല. അല്ല ഏസ് മറ്റേ ഗോൾഡ് റോജറിന്റെ മോനെ. ഞങ്ങളെ സ്വന്തം പറഞ്ഞത്. പക്ഷേ ഇവനെ സമ്മതിക്കണം, ബഗി ഇന്നേ വരെ ഗോൾഡ് റോജറിന്റെ ക്രൂയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും അല്ല പറഞ്ഞു നടന്നില്ല. അവന് പിന്നെ ഗോൾഡി റോജറിന്റെ ക്രൂലാന്ന് പറഞ്ഞാൽ പണി കിട്ടൂലെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അന്നേരമാണ് മറ്റേ മറീൻസിന്ന് വിളിച്ചിട്ട് ഗോൾഡി റോജറിന്റെ ഷാങ്സിന്റെ ഒറ്റ സഹോദരനുമായ ബഗ്ഗി. അത് മറ്റേ പാവപ്പെട്ട ചില സമയം സഹതാപമുള്ള കാര്യം വൈറ്റ് ബിയർഡ് ലൂഫിയും കൂടി അടുത്തടുത്ത് നിൽക്കുമല്ല. ആ സമയത്ത് ലൂഫിയുടെ ഡ്രീം എന്തോന്ന് ലൂഫി പറയുമ്പോൾ പരങ്ങി കൊണ്ടു. ആ സമയത്ത് താഴെ ബഗ്ഗി തുറന്നത് പക്ഷെ അവ സത്യം പറഞ്ഞാൽ ഇപ്പം വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ചത്. ആ ഒരു ഗിൽഡ് ഫോം ചെയ്തതും ക്രോസ് ഗിൽഡ് പാവം ക്രോസ് ഗിൽഡ് രണ്ടെണ്ണം കൂടെ പക്ഷെ ക്രോസ് ഗിൽഡ് തലവെട്ടി പിടിച്ച് നെഞ്ചത്തെ ചവിട്ടി പിടിച്ചേക്കാം. എവിടെ എന്റെ കാശ് അണ്ണ കാര്യം പറയാനില്ല, പക്ക പാണ്ടി പട സീനാണ്. എന്നിട്ട് മറ്റേ അഭിനയത്തിന്റെ കാര്യത്തിൽ ബഗ്ഗി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ മറ്റേ മണ്ടന്മാരുടെ മുമ്പിൽ ചെന്നിട്ട് മിത്രങ്ങളെ. പക്ഷെ ഈ ബഗ്ഗി കാരണം ഇനി അടുത്ത പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവന്മാരെ നാട്ടുകാരെയൊക്കെ പറ്റി ജീവിക്കാന്ന് ക്രോക്കഡൈലും ആരെങ്കിലും ഞാൻ ഇവിടെ കിടന്നല്ലോ ഉറങ്ങിക്കോളാം, എന്നെ ആരും വന്ന് ഇങ്ങോട്ട് വന്ന് ചൊറിയായിരുന്നാ മതി എന്ന് മിഹോക്കും. അതിനിടയ്ക്ക് പറയാണ് നമുക്ക് പോയിട്ട് ഇതൊന്ന് കണ്ടുപിടിച്ചിട്ടേന്ന് അല്ലേ. അങ്ങനെ ചോദിച്ചു അവനെ കൊല്ലുമെന്ന് ചിലപ്പോൾ കൊന്നു കളയാൻ വരെ സാധ്യതയുണ്ട്. എന്നാലും അവൻ പറയും നീയൊക്കെ ഇവിടെ ഇത് ഞോണ്ടിക്കൊണ്ടിരുന്നു, അവന്മാരവിടെ വൺ പീസ് തപ്പി കൊണ്ടുപിടിക്കാൻ പോയി, നമുക്ക് നമുക്ക് പോകണ്ടേ എന്ന് പറഞ്ഞു പോയിട്ട്. അത് ഇനിയിപ്പോ അവന്മാരെ ഇനി അടുത്ത ക്രോസ് ഗിൽഡ് അടുത്ത പണി ഇനി ഒപ്പിക്കും. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അപ്പോഴ് ന്യൂജൻ മിസ്സസ് ഓൾജൻ ഹൂ ഈസ് പവർഫുൾ ബൈ ഡിഫോൾട്ട്.
ക്ലിയർ വിന്നർ സ്വാഭാവികം. ഫോർ നൗ. സോ ഫാർ. അടുത്തത് ഡ്രാഗൺ, ഓൾ അബൌട്ട് ഡ്രാഗൺ. അതായത് പവർ റിവീലിങ്ങും ആരാ, എന്താ, എന്താ വെരി പ്രത്യേകത? മിസ്റ്റീരിയസ്, ടു ഒരു മിസ്റ്റീരിയസ് ഇൻ ഫാക്ട്. ഐ തിങ്ക് ഹിസ് പവർ ഈസ് സംവെയർ ഓൾറെഡി. ആ ഓൾഡ് ജെൻ ക്യാരക്ടേഴ്സിന്റെ സെയിം പവർ സ്കെയിലിംഗ് ആയിരിക്കും ഡ്രാഗൺ എന്നാണ് എന്റെ ബലമായ വിശ്വാസം. അങ്ങനെ വേറെ ഒന്നുമല്ല. ഒന്നാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ വരുന്നത് വെച്ചാൽ വെതർ മൊത്തം ചേഞ്ച് ചെയ്തിട്ടാണ് വരുന്നത്. മഴ, മഴ, ഇടിവെട്ട്, കാറ്റ്, കൊടുങ്കാറ്റ്, ഇതെല്ലാം ഉണ്ട്. റെയിൻ ഗോഡ് ഫ്രൂട്ട് പുള്ളിക്കായിരിക്കും എന്നുള്ളൊരു സ്പെക്കുലേഷൻ, ഒരു കോൺസ്പിറസി ഉണ്ട്. 4 ഗോഡുകളുണ്ട്. ഒന്ന് സൺ ഗോഡ്, പിന്നെ ഒന്ന് ഈമു ആണ് ഫോറസ്റ്റ് ഗോഡ് എന്ന് പറയപ്പെടുന്നു. അല്ല, റോക്കി ഫോറസ്റ്റ് ഗോഡ്, റെയിൻ ഗോഡ്, എർത്ത് ഗോഡാണ്. എർത്ത് ഗോഡ് ഫ്രൂട്ട് ഇമൂനാന്ന് പറയപ്പെടുന്നു. 4 പറഞ്ഞേക്കുന്നത്. വാട്ടർ ഗോഡാണെന്ന് തോന്നുന്നു. നീ എന്തെങ്കിലും ഒരിടത്ത് ശരി, അതിൽ 4 പറയണത് എർത്ത് അഥവാ ഫോറസ്റ്റ്, സണ്ണ്, പഞ്ചഭൂതങ്ങൾ. അത് മതി. അങ്ങനെ 4 ഭൂതങ്ങളേ ഉള്ളൂ. ഇതാ എനിക്ക് 4 ഭൂതമല്ല, ഒരു ഭൂതം പോയി. പഞ്ചഭൂതത്തിനെ കുറിച്ച് ഒരു ഭൂതം എവിടെ ഇരിപ്പുണ്ട്? വഴിയെ പോണത് പോട്ടെ. ബാക്കി പറ. അപ്പോഴ് അതിനകത്ത് ഈ പറഞ്ഞ റെയിൻ ഗോഡ് പവർ ചിലപ്പോ ഇവന് കാണാനുള്ള വാട്ടർ, അല്ലെങ്കിൽ വാട്ടർ എന്നല്ല, വെതറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പവർ പുള്ളിക്കാരന് ഉണ്ടാവുന്ന സാധനം. ആൻഡ് ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഡബിൾ ഫ്രൂട്ട് ഡെഫിനറ്റ്ലി. അതായത് ബാക്കി മാത്രം അല്ല. ഇപ്പൊ വെതർ എന്ന് പറഞ്ഞാൽ വെതർ കൺട്രോൾ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഡബിൾ ഫ്രൂട്ട് ഉള്ള ഒരു മാത്രമല്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഡബിൾ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ പറയുമ്പോൾ വേറെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി മിത്തോളജിക്കലാണ് എന്ന് പറയുമ്പോഴത്തേക്കും സൺ, ഇത് നമ്മുടെ ബാജ്രംഗൺ, വായുദേവന്റെ മകൻ. സോ ലൈക്ക് ദാറ്റ്. അതിനുള്ള അസോസിയേഷൻ അതിന് ചെറിയ ചാൻസ് ഇല്ലാതില്ല. കാരണം ഓൾറെഡി തന്നെ പുള്ളിക്കാരനെ ടീസ് ചെയ്തേക്കുന്നത് തന്നെ ഈ ഒരു വെതറിന്റെ ഈ ചേഞ്ചും കാറ്റും എല്ലാം കൂടിയൊക്കെ ആയിട്ടാണ്. പിന്നെ ഹീ ഈസ് എ അഡ്മിറൽ ഇൻ ദ പാസ്റ്റ്. സ്പോയിലർ അല്ലേ? ഓക്കെ, യാ സ്പോയിലർ ഇട്ടുന്നത്. സോ അതിന്റേതായി കണ്ടിട്ട് എന്തുകൊണ്ട് മറീൻസ് ആൻഡ് എന്നിട്ടും ഗാർപ്പ് എന്തുകൊണ്ട് ഇപ്പോഴും അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്നു. അത് ഈ ഒഹാറ ഇൻസിഡന്റിന് ശേഷമാണ് അവൻ ഈ വേൾഡ് ഗവൺമെന്റിന് വിട്ട് റെവല്യൂഷണറി. വീണ്ടും സ്പോയിലർ അലർട്ട്. അല്ല, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഇറങ്ങിയല്ലോ. ഇല്ലല്ലോ, മാങ്ക വായിച്ചവർക്കല്ലേ അറിയാവുള്ളൂ. അല്ല, ഇതിൽ കാണിച്ചിട്ട് ആനിമേ കാണിച്ചിട്ടൊന്നുമില്ല. ഇല്ല, എത്തണേ ഉള്ളൂ. രുചി വൈറ്റ് ആയതേ ഉള്ളൂ. ഇനിയുണ്ട്, അടുത്ത 2-3 എപ്പിസോഡ് ഇറങ്ങും. 4 എപ്പിസോഡാവും, 3-4 എപ്പിസോഡാവും. നീ വെറുതെ പായും കൂയൊക്കെ ഞങ്ങളെ കൊണ്ട് വിളിപ്പിച്ചോ. പോഡ്കാസ്റ്റ് അല്ലേ തന്നെ. അപ്പോ ഡ്രാഗന്റെ പവർ മുഖത്തെ ടാറ്റു കാണിക്കുന്നില്ല. പാസ്റ്റിലെ ഡ്രാഗൺ മുഖത്തെ ടാറ്റു ഇല്ല. അത് ഇവര് 3 പേരും, അച്ഛനും അപ്പൂപ്പനും മോനും എല്ലാം ലെഫ്റ്റ് സൈഡിൽ ഒരു സ്കാർ ഉണ്ട്. ഒന്നുകിൽ ഈ ഒരു ടാറ്റു, അല്ലെങ്കിൽ ഗാർപ്പിന് ഇങ്ങനെ ഒരു വെട്ടുണ്ട്. അതേപോലെ ലൂഫിക്ക് ഒരു താഴെ ഒരു സ്വന്തമായിട്ട് അങ്ങനെ 3 പേർക്കും ഉണ്ട്. ഇനി ആ കണ്ണ് പോകുമെന്നുള്ളത് അടുത്തൊരു ചോദ്യമാണ്. കാരണം കണ്ണ് പോവാം എന്ന് ഓടാൻ നേരത്തെ അവൻ ടീസ് ചെയ്തത് ഒരു ഒറ്റ കണ്ണുള്ള ഒരു ക്യാരക്ടർ വരും. കഥാപാത്രം വന്നു കഴിഞ്ഞാൽ വൺ പീസ് എൻഡിങ്ങിന് അതേ കണക്ക് തന്നെ ഈ ഇടത്തെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾക്ക് ഈ ഇടത്തെ കണ്ണ് ഇഷ്ടമല്ലോ ഉടക്കി. നേരത്തെ പോലെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നിങ്ങള് ജയ ആർക്ക് നോക്കുമ്പോഴത്തേക്കും ഇടത്തെ കണ്ണില്ല. അതേ കണക്ക് തന്നെ ഇയാള് മിക്ക പറയുന്ന പാനൽ ചാപ്റ്ററിന്റെയും ഫ്രണ്ട് പേജിനകത്ത് ഈ ഒറ്റ കണ്ണ് അടച്ചു വെച്ചിരിക്കുന്ന റോബിൻ, ഒരു കണ്ണില്ലാത്ത ഇപ്പം നമ്മളെ സോറോ, അങ്ങനെ മൊത്തത്തിൽ അയാള് ഈ ഇടത്തെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അയാള് ഫോർഷാഡ് ചെയ്യുന്നുണ്ട്. ലൂഫിയുടെ ഇടത്തെ കണ്ണ് എടുക്കാനാണോന്നും അറിയത്തില്ല. അതോ ഇനി ജയയുടെ ഇടത്തെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പുള്ളിക്കാരൻ. അതായത് ജയയുടെ ഇടത്തെ കണ്ണാണ് പിന്നീട് ഈ ലാഫ്റ്റെയിൽ എന്ന് പറഞ്ഞത്. അത് മാറ്റിയല്ലോ. പക്ഷെ എന്നിട്ട് ഇയാൾ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് ഈ പറഞ്ഞ ഇടത്തെ കണ്ണ്. ഇതൊരു വിട്ടിട്ടില്ല ഇടത്തെ കണ്ണ്. എന്താ വലിയ കാര്യമായിട്ട് പുള്ളിക്ക് കൺട്രോളുള്ള ലോകം. വൺ പീസിന്റെ ദൈവം എന്ന് പറയുന്ന ഓടെയാണ്. എനിക്കെന്തും കാണിക്കാം. എനിക്കെന്തും കാണിക്കാം. കാരണവർക്ക് അടുപ്പിലും
നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 3 ആർക്ക് അണ്ടർ റേറ്റഡ് ആൻഡ് ഓവർ റേറ്റഡ്. 3 ചോദ്യമുണ്ട്. ടോപ്പ് 3 ആർക്ക് അണ്ടർ റേറ്റഡ് ഓവർ റേറ്റഡ്. ടോപ്പ് 3 ആർക്ക് അണ്ടർ റേറ്റഡ് ആർക്ക് ഏത് ഓവർ വാന വരെ ഉള്ളതല്ലേ പറയുന്നു. മതി. ടോപ്പ് 3 നിന്റെ ടോപ്പ് 3 എന്റെ ടോപ്പ് 3 ടോപ്പ് 1 അല്ലെങ്കിൽ ടോപ്പ് യുവർ ഫേവറേറ്റ് വൺ ആൻഡ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് വൺ ആൻഡ് ദ മോസ്റ്റ് ഓവർ ഓ റേറ്റഡ്. ദാറ്റ്സ് ഗോണ ബി ഡിഫിക്കൽട്ട്. ടോപ്പ് 3 പിടിക്കുക. ടോപ്പ് 3 ഓ ഷിറ്റ്. ഓ ഇറ്റ്സ് ഗോണ ബി വെരി ഡിഫിക്കൽട്ട്. വാനോ ഡ്രസ് റോസ, ഇമ്പൽ ഡൗൺ 3 ഇമ്പൽ ഡൗൺ ഓർ വാട്ടർ 7. Imbledon or ഇംബിൾഡൗൺ എന്ന് പറയുന്നത് ജയിലാണ്. എനിയസ് ലോബിയാണ് ഉദ്ദേശിച്ചെങ്കിൽ അല്ല മറൈഫോണിന്റെ തൊട്ട് മുമ്പുള്ള Imbledon or അത് തന്നെ. അപ്പൊ എനിക്ക് മറീൻ ഫോർഡ്, പിന്നെ മറീൻ ഫോർഡ് ഒന്നുണ്ട്, പിന്നെ 3 ടൈംസ് ഇപ്പോൾ സബോണ്ടി ആർക്കില്ലേ എല്ലാത്തിനെയും കൂമ അടിച്ച് അല്ലെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളുടെ ഒരു ഇമോഷൻസ് മനസ്സിലാവുന്ന ആ സംഭവമുണ്ട്. പിന്നെ 2 മൂന്നാമത്തത് ഡ്രസ് റോസ. ഡെഫിനറ്റ്ലി ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഡെനീസ് ലോബിയാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം എല്ലാ ക്യാരക്ടേഴ്സിനും ഫ്ലെക്സ് ചെയ്യുന്നുണ്ട്, എല്ലാ ക്യാരക്ടേഴ്സിനും പവർ അപ്പ് കൊടുക്കുന്നുണ്ട്, ക്യാരക്ടർ ഡെവലപ്മെന്റ് കൊടുക്കുന്നുണ്ട്, നമ്മളെ ഇമോഷണലി കുറച്ച് ഇതാക്കുന്നുണ്ട്. ഇമോഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഞാനിത് പറയാൻ പറ്റുമോ എന്ന് ഞാൻ പറയാത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ട്, റോബിനെ വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ട് ഇവള് തറയിൽ അങ്ങനെ പിടിച്ച് തന്നത് കടിച്ചു പിടിച്ചയക്കുന്നത്, കപ്പലുണ്ണിനെ കടിച്ചു പിടിച്ചത് ആ ഒരു സീന് നമ്മളത് ചവിട്ട്. അത് കുറച്ച് എന്ന് പറഞ്ഞാൽ അത് അതിന് കിട്ടാനുള്ള റെക്കഗ്നേഷൻ ആ ഒരു ആർക്കിന് ആരും കൊടുത്തിട്ടില്ല. എനിയസ് ലോബി ഈസ് ലൈക്ക് മൈ ഫേവറേറ്റ് ആർക്ക്. ആൻഡ് ഒന്നുകൂടി അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് സ്കൈപ്പിയ. കാരണം സ്കൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേൾഡിൽ അവർ പോകുന്നതും ഒരു ഇസക്കായി കൈക്കിട്ട് ഓഫ് സാധനമായിരുന്നു. ഒരു ന്യൂ വേൾഡിലോട്ട് പുതിയ ഗോഡ് എനല് എന്റെ പൊന്നെ അത് നത്തിങ് ഹാപ്പൻഡോട് ആരും പറയാത്തൊരു സംഭവം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് സാൻജിയുടെ താങ്ക് യു ഫോർ ദ ലൈറ്റ്. അല്ല ഏറ്റവും കിടിലൻ സീനല്ല മരണം എടുക്കുമ്പോൾ എല്ലാവരും സെൽഫിഷ് ആണെന്ന് മറ്റേ ഗാർഡ് പറയുമ്പോൾ എനിക്ക് ആ കപ്പലുണ്ട, എനിക്ക് ഈ കപ്പൽ പ്രീ ടൈം സ്കിപ്പ് ഭയങ്കര തേങ്ങ തലക്കിട്ട് അത് കണക്ക് തന്നെ മറ്റേ എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ രാത്രി മറ്റേ ക്യാമ്പ് ഫയർ കൂട്ടാന്ന് പറയുമ്പോഴത്തേക്കും ക്യാമ്പ് ഫയർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാമി എന്നിട്ട് വഴക്ക് പറയും. തിരിച്ചു നോക്കുമ്പോഴത്തേക്കും സാഞ്ചി ഇവര് എല്ലാം റെഡിയാക്കി മതിയോന്ന് റോബിൻ പറയും അയ്യോ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട് എനിമീസിനെ അട്രാക്ട് ചെയ്യും. ലുഫി വന്നിട്ട് അവൾക്ക് ക്യാമ്പിന്റെ ബേസിക്സ് അറിയില്ല, സെൻസ് ഉണ്ടാവണമെന്നൊക്കെ അടുപ്പ് കൊണ്ടാ കത്തിക്കണം. അതൊക്കെ തന്നെ നമ്മള് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ല. എന്നിട്ട് നാമി എന്റെ പൊന്നു കൊല്ലാണ് അവനെ. അത് പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മിക്സ് കിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുള്ളത്. അത് കണക്ക് തന്നെ ഫസ്റ്റ് നത്തിങ് ഹാപ്പൻഡ് ഇൻ സ്കൈപ്പ്. അതെ ചോപ്പർ മറ്റേ വിസില് കൊടുക്കുമല്ല, വിസില് എമർജൻസി ആയിട്ട് ശരിയെന്ന് പറഞ്ഞിരിക്കുമ്പോ ഒരുത്ത വരും കൊല്ലാമോ. അപ്പോഴും ഊതല സീല് വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. കിടല ഒരു ആർക്കാണ്, ചിരിക്കാനും ഒരുപാടുണ്ട്. അതണക്ക് എനൽ എന്ന് പറഞ്ഞാൽ അന്ന് വരെ കണ്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വില്ലൻ. അതായത് ആകെ അവനെ എതിർക്കാൻ പറ്റുന്നത് ലൂഫിക്ക് മാത്രം, വേറെ ആർക്കൊണ്ടും പറ്റത്തില്ല. ബിക്കോസ് ആൻഡ് ബിഗ് മം ഈസ് നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. There is one more question actually. ഇനി ഒരു ന്യൂ ക്രൂ മെമ്പർ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കണം? അയ്യോ ഒരു കാര്യം നിന്റെ ഇഷ്ടപ്പെട്ട വാനോ, സ്കൈപ്പിയ, പിന്നെ എനിയസ് ലോബി. വാനോ, സ്കൈപ്പിയ,
ഞാൻ രണ്ടെണ്ണേ പറഞ്ഞോളായിരുന്നു. ഞാൻ മൂന്നാമത് പറയാൻ വാഹനമായ നമുക്ക് മൂന്നെണ്ണം ചെയ്യുമ്പോ രണ്ട് ടീം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നത്. നിങ്ങൾ രണ്ട് വേറെ പറയല്ലേ പറഞ്ഞത്? നിങ്ങൾ ടീമായില്ല. ഓക്കെ. അടുത്ത ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ക്രൂ മെമ്പർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആര് വരണമെന്ന് ആഗ്രഹം? അതിനകത്തുള്ള ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബോണുണ്ട്, ബോൺചാനുണ്ട്, യാമത്തോ ഉണ്ട്, കാത്താക്കുരി ഉണ്ട്, വിവി ഉണ്ട്, ഓർ എക്സ്ട്രേക്ക് ഓർ എനി അതർ മറീൻസ് ഓർ സംഭവം. ആര് പറഞ്ഞത് ആഗ്രഹമാണോ അതോ ലൈക്ക് ആരായിരിക്കും സ്പെക്കുലേഷൻ ആണോ? സ്പെക്കുലേഷൻസ് ആൻഡ് നമ്മൾ ആഗ്രഹം രണ്ടും പറയാം. ആഗ്രഹം കഥകുരി, സ്പെക്കുലേഷൻ യാമത്ത്. വൈ കഥകുരി മേക്ക് സെൻസ്. കഥകുരി makes sense. കഥകുരി will be like another. ഇപ്പൊ നമ്മളെ ഇവ ജിംബെ വരുമ്പോഴത്തേക്ക് ഒരു പവർ അതുപോലെ തന്നെ കിടിലൻ അസറ്റ് ആണ് കഥകുരി. പക്ഷേ ഇപ്പം ജിംബെ കഥകുരി എനിക്ക് കഥകുരി ഇപ്പം അല്ല വരും തോന്നണില്ല എനിക്ക്. അവനല്ലേ ഇപ്പോഴത്തെ ബിഗ് മാം പൈററ്റ്സിന്റെ ഹെഡ്. അതല്ല ഞാൻ പറഞ്ഞത് കാരണം മക്കള് മൂന്നാമത്തെ മോനാണ്ടല്ലേ കഥാകുരി? മൂന്നാമത്തെ മോനാ. രണ്ടാമത്തെ ആൺകുഞ്ഞാണ്. നമ്പർ വൈസ് നോക്കുമ്പോൾ മൂന്നാമത്തെ നാലാമത്തെ വരും. അങ്ങനെ രണ്ടാമത്തെ മൂത്ത മോള് കഴിഞ്ഞിട്ട് എങ്ങാണ്ടാണ് കത്താകുറി വരുന്നത്. മൂത്ത മോളാര്? ഇവള് അയ്യോ ലോലയാണ്. ലോലല്ല സ്മൂത്തി ആണതല്ലേ? അതെ, ഒന്നാമത്തേത് പെരോസ്പെറോ, രണ്ടാമത്തേത് അതെ നമ്മളെ ബ്രാഞ്ച് എത്ര? ഏറ്റവും മൂത്തതാണ് പെരോസ്പെറോ, കത്താക്കുരി, പിന്നെ മൂന്നാമത്തേത് മറ്റേ മാഗ്മ ഒരുത്തന്നെ ഓവൻ. അവനാ തേർഡ് സൺ എന്തോ. അപ്പൊ തീരുമാനമായില്ലേ? അത് തന്നെ കഥകുരി വരണം ആഗ്രഹം ഉണ്ടെന്നേ ഉള്ളൂ. പ്രാക്ടിക്കലി യാമത്തോ വരത്തില്ലെന്ന് നമുക്ക് ഏകദേശം ഉറപ്പായിട്ട്. യാമത്തോ ലോകം കാണാനായിട്ട് ഞാൻ പിന്നെ നാട് വിട്ടാൻ വരാം. എനിക്ക് വേറൊരു ജോലിയുണ്ട്. ക്ഷണിച്ചതാണ്. എനിക്ക് ആഗ്രഹം ഇങ്ങേര് പറഞ്ഞ അയ്യോ നമ്മുടെ ഇപ്പൊ ബ്ലാക്ക് ബിയർഡ് കൂസാൻ വരണം എന്നുള്ള ഓപ്ഷൻസ് ഇല്ലേ? ഓപ്ഷൻസ് ആഗ്രഹം വരണം എന്നുള്ളത് കൂസാനാണ്. കൂസാൻ വന്ന രണ്ട് ഇതുണ്ട്. ആവുക്കി ചെന്ന് പോയിരിക്കും. രണ്ട് പേർവേർഡ് ഗ്യാങ്ങിന് പുതിയൊരാളും കൂടെ ആവും. അവിടെ ട്രയോ നാം വരുമ്പോ ലേഡി വിത്ത് ബിഗ് ബൂസ് സ്പെക്കുലേഷൻ തന്നേക്കുന്ന ഓപ്ഷൻസില് ആരൊക്കെയായിരുന്നു? യാമത്തോ, ബോൺ, കാത്താകുരി, വിവി. എനിക്ക് തോന്നുന്നു ബോൺ ആയിരിക്കും തോന്നുന്നത്. ബോൺ അല്ലെങ്കിൽ വിവി ആയിരിക്കും. ബോൺചാൻ ജയിൽ ബ്രേക്ക് നടന്നു കഴിഞ്ഞാല് ബോൺചാൻ മിക്കവാറും ഇവരുടെ കൂടെ തന്നെ അവര് ഫ്ലീറ്റ് ഒന്നുകൂടി വലുതാ. എന്റെ അഭിപ്രായത്തിൽ ഡെഫിനറ്റ്ലി വിവി. വിവി വരണമെന്ന് എനിക്കൊരു ആഗ്രഹവും ഇല്ല. പക്ഷേ ജോയിൻ. കാരണം ഒന്നാമത് അച്ഛനെ കൊന്ന്, രണ്ടാമത് ഡീക്ലാനാണ്, മൂന്നാമത് അടുത്ത സ്പോയിലർ അല്ല അല്ല അത് ഇല്ല പറഞ്ഞില്ല. അല്ല ഓൾമോസ്റ്റ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അറിഞ്ഞതാ. ഞാൻ മാങ്ക വായിച്ചവനാണ് എനിക്ക്. അപ്പൊ ആയിരിക്കും. ഞാൻ ഇപ്പൊ മനസ്സിലായ ഈ പറഞ്ഞ മനസ്സിലാവൂലടാ. ഇപ്പൊ മനസ്സിലായ ഞാൻ പറഞ്ഞപ്പോ എന്തുവായിരുന്നു പറഞ്ഞ അതിനുള്ള പ്രസക്തിയില്ല. ഇവൻ ആനിമ കാണുന്നവനാ. ഈ അനിമ ഞാൻ എഗഡ് അനിമ ഉണ്ട്. എടാ എഗഡ് അനിമേഷൻ ഒക്കെ ഉള്ള അടിപൊളി. പിന്നെ നീ ഇതിൽ പുണ്ണാക്കി നടക്കണത് അനിയൻ കണ്ടോട്ട് അതുവഴി അനിമ വെച്ചോണ്ടിരുന്ന അമ്മ ചെവിക്ക് പിടിക്കും. അതുകൊണ്ട് അമ്മ പഠിക്കും. അത് അമ്മ നോക്കുമ്പോ നാമ അണ്ടർവെയർ ഇട്ട് കുട്ടി സ്കൂളിലെ അമ്മ പടം വരച്ച് പഠിച്ചു. ഗ്രാഫിക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആണ്. ബയോടെക്നോളജി അല്ലേ? കുഴപ്പമില്ല. ദിവ്യാണ് ഈ പറഞ്ഞ കൂടി വാണ്ട്. എനിക്ക് വാണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാമത്തോ ആണ് സത്യം പറഞ്ഞ. കാരണം വേറൊന്നും കൊണ്ടല്ല, യാമത്തോക്ക് ഇനിയും ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ജീൻ ഒരു എൻ്റെ ഒനി ജീനാണ്. ആ ഒരു ക്ലാൻ തന്നെ നല്ല പവർഫുൾ ആണ്. അതിൽ കുറച്ച് മെമ്പേഴ്സ് ജീവനോടുള്ളൂ താനും അതുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ അവളെ ഇരിക്കുന്ന ഡബിൾ ഫ്രൂട്ട് മിത്തിക്കലാണ്. ഡോഗ് ഇനു നോമി അത്
മിത്തിക്കലാണ്. അല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോൺസ്റ്റർ ട്രയോ മാറും. കാരണം ഇനി അങ്ങോട്ട് പവർഫുൾ മെമ്പേഴ്സിനെ വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടെ അടുത്ത ഫൈറ്റ് ചെയ്യുന്ന ബ്ലാക്ക് ബിയർഡ് വിട്ടാ. ബ്ലാക്ക് ബിയർഡിലുള്ള എല്ലാ എണ്ണവും ടോപ്പ് ടീമുകളാണ്, വാങ്ങൂഗർ ഉൾപ്പെടെ. ഇനി അങ്ങോട്ട് കൂടുതൽ ഇനി അങ്ങോട്ടൊരു സീൻ ഫൈറ്റുകൾ. അത് ആരാണ് അടികളായിരിക്കും. ഫൈറ്റുള്ള ടീമുകൾ. അത് കാരണം ഇനി അങ്ങോട്ട് വേണ്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിവി ഒന്നും വന്നിട്ട് കാര്യമില്ല. അടിയുള്ള ഈ ബാക്കിയുള്ള അവരുടെ കൂടെ നാമിയുടെ കൂടെ ഓടാൻ ഒരാളും കൂടി എക്സ്ട്രാ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. ആ താറാവിനൊക്കെ ബ്ലാക്ക് ബീഡ് കറിയാക്കി തിന്നും. ബ്ലാക്ക് ബീഡ് കാലേ വലിച്ച് അത് ഉസപ്പൻ ലൂഫിയും കൂടി മറ്റേ കയറ് കെട്ടി എടുത്ത് അറിയാമോ മീൻ പിടിക്കാനായിട്ട്. സത്യം പറയാം, ഉസപ്പും ലൂഫിയും ചോപ്പറും വമ്പൻ ട്രയോ ആണ്. സത്യം പറഞ്ഞു മൂന്നും കൂടി കിടന്ന് കാണിച്ചു വിട്ടുന്ന അലമ്പുകള്. കിളി പറഞ്ഞവന്മാരെ കാര്യം ഇല്ല. രസകരമായിട്ടുള്ള ട്രയോ മൂന്നാലെണ്ണം ഉണ്ടായി. ഓക്കെ, എനിക്ക് യമാത്തോ ആണ് താല്പര്യമുള്ളത്. രണ്ടും താല്പര്യമുള്ളത് യമാത്തോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ പവർ സ്കെയിൽ. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോ പവർ വേണം, ഇല്ലെങ്കിൽ കാര്യമില്ല. ഇനി അങ്ങോട്ടുള്ളതല്ലേ ഏതായാലും എംബർ വരെയായി. ഇനി അങ്ങോട്ട് ഹൈ എത്ര ഇനി ഗൊറോസയും ആ ലെവല് ആ ക്യാരക്ടേഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ. ഇവര് പുതിയ വാങ്ങിയൊന്നും വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചില്ല. ഞാൻ ഈ വായിച്ചുള്ളൂ. 1100 കടന്നു. 1100 കടന്നു. നല്ല കാര്യം, നല്ല കാര്യം. ഓർമ്മയില്ല. ആ ഒരു ലെവലിൽ സാധനങ്ങളാണല്ല ഇനി അങ്ങോട്ട്. ചടപ്പാടാണ് വായിക്കത്തെ. അല്ല, ഓരോ ചാപ്റ്റർ ഇറക്കണം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഏറ്റവും കിടില്ല. അടുത്ത എന്തെങ്കിലും കുറയെ അടുത്ത ഇതിലും വിഷയം. നമ്മള് മറ്റേ സ്വിങ്, ഈ ഒരു ബാലൻസ് എങ്ങനെ സ്വിങ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുന്നത്. അതായത് ഇതിപ്പം ആർക്ക് അനുകൂലമായിട്ടാണ് ഫൈറ്റ് മുമ്പിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഈ നമ്മുടെ നല്ല ടീമിൽ സ്ട്രോഹാറ്റ്സ് ഇങ്ങനെ കയറി നിന്നിട്ട് ഇതാ ഇങ്ങനൊരു പോക്കപ്പം പോയേക്കുന്നത്. വില്ലന്മാരുടെ ഒരു ഒരു രക്ഷയില്ല. അടുത്ത പ്ലോട്ടാർമറം കിട്ടും. ഇത്രയാണ് ഗുഡ്. കിഡിലൻ അഡിഷൻ ആയിരിക്കും. പക്ഷേ അവരുടെ കമാൻഡേഴ്സിനെ വിളിക്കുന്ന ടൈറ്റാനിക് കണ്ടില്ലേ? മറ്റേ എക്സ് ഡ്രേക്കിനെ പോലെ ഒന്നെങ്കിൽ ഡീപ് കവറിൽ പോയേക്കുന്ന മറ്റേ സ്വാഡിന്റെ അല്ലടാ, അതുപോലെ എന്തെങ്കിലും സോഡായിരുന്നു. എക്സ്ട്രേക്കിനെ പോലെ എന്തെങ്കിലും മേ ബി എന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടായിട്ട് പോയായിരിക്കും. കാരണം ഈവൻ എത്ര ചാൻസ് ആണ് റോബിനെ കൊല്ലാൻ വേണ്ടി കിട്ടിയത്. റോബിനെ പിടിച്ചോണ്ട് എത്ര ചാൻസ് കിട്ടി. നേരത്തെ ഗൂസ് ബംസ് സീനിൽ ഞാൻ ഒരെണ്ണം പറയാൻ വിട്ടുപോയി. ഇവന്റെ RR സീൻ ബാക്കി വന്നിട്ട് നിപ്പുണ്ട്. എന്റെ ഒരു പഴയ കൂട്ടുകാരനെന്ന്. അല്ല, ആ ഒരു ഒരു ചെറുക്കന ഇവനെ കൈ അനക്കത്തുള്ളൂ. ഇവനെ സ്ട്രിങ്സ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഡോപ്പമിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിയ. ആ സീൻ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഏതാണെന്നറിയോ? ഗായ് വേഴ്സസ് മറ്റേ അങ്ങനെ ഉണ്ടല്ലോ, ഷാർക്കായിട്ട് ഡോണ്ട് മൂവ് ആനങ്ങനെ നല്ലടാ ആടിച്ച് പിരിക്കുമല്ലോ. തീർത്തും ബീപ്പിട്ട് മരിക്കും ഞാൻ. കള്ളം കടക്കേറി പോയി. ഓക്കെ, അതാണ് നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ പണ്ടോ ഓരോ ബ്ലീപ്പിന്റെ അവിടെ സുരേഷ് അങ്ങനെ പഠിച്ചവനാണെങ്കിൽ ദൈവമേ ലോകം കത്തിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നു. ഓക്കെ
വളരെ അതെ അതെ വളരെ വലിയൊരു എപ്പിസോഡ് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ ഇതാണ്. താങ്ക്സ് ഫോർ ദ കമന്റ്. താങ്ക്സ് ഫോർ ദ കമന്റ്. അതെ, കമന്റ് ഇട്ട സുഹൃത്തെ വീണ്ടും കമന്റ് ഇടുക. ഇനി നിനക്ക് പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നീ വന്നിരുന്ന് കമന്റ് റിപ്ലൈ അതെ അതെ തീർച്ചയായിട്ടും. നീ തന്നെ കമന്റ് ഇട്ട് നീ തന്നെ ഒന്ന് പാവപ്പെട്ട ചെറുക്കാൻ പ്രതീക്ഷിച്ച പോലും ഉണ്ടാവില്ല. സർപ്രൈസ് ആയില്ലേ? ഏതായാലും നല്ല ഐഡിയ ആയിരുന്നു. കൊള്ളാം. ആ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സെൻസിബിൾ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ അന്ന് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു പ്ലാൻ ചെയ്യാത്ത പ്രിപ്പയർ ചെയ്ത ഒരു പോയിന്റേഴ്സ് ഇല്ലാതാണ് നമ്മളന്ന് സ്ട്രക്ചേർഡ് അല്ലായിരുന്നു. യാ ദാറ്റ്സ് ദ റൈറ്റ് വേർഡ്. പക്ഷേ സോ ആ ടൈമിൽ നിങ്ങൾ ആ ഒരു പോയിന്റേഴ്സ് തന്നു നമുക്ക്. പോയിന്റേഴ്സ് മോർ ദാൻ ദാറ്റ് പ്രോപ്പർ കോണ്ടന്റ് ആണ്, പ്രോപ്പർ വ്യൂവർ ആണ്. വീഡിയോ വളരെ മാന്യമായിട്ട് അദ്ദേഹം ഇരുന്ന് കണ്ടു. അതാ ചിലവര് ബാക്കി താഴെ വന്നിട്ട് അടിച്ചപ്പോൾ പുള്ളിക്കാരൻ മാന്യമായിട്ട് നമ്മൾ ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മൾ കമന്റ് അതെ അതെ ഹൃദയപൂർവ്വം So I think that's it for today. ഇതിപ്പോ ഇത് സിനിമ 2.5 മണിക്കൂറായി കാണാല്ലേ? അയ്യോ. ക്ഷമയോടെ കണ്ട് അവസാനം വരെ കണ്ട് മിന ഷിമാവ എന്ന് കമന്റ് ഇടുക. നല്ല രാശിയാണ്. കൊള്ളാം. മിന ഷിമാവ എന്ന് കമന്റ് ഇടുക. പിന്നെ ഇൻസ്റ്റാഗ്രാം @shinigami studios official ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഇഫ് യു ഹാവ് എനി റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് us to do something കമന്റ് ചെയ്താൽ നമ്മൾ എന്തായാലും കാണും, റെസ്പോണ്ട് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ DM അയച്ചാലും വി ആർ ആക്റ്റീവ് ദർ. ഇഫ് യു വാണ്ട് ടു ജോയിൻ അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ടെക്സ്റ്റ് us on Instagram. ലിങ്ക് ഉടൻ തന്നെ അല്ലെങ്കിൽ മാക്സിമം 24 മണിക്കൂറിനുള്ളിൽ അയച്ചു തരുന്നതാണ്. And yeah, that's it for today. So thank you so much. Thank you. Bye.